ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ ഓൾമോസ്റ്റ് ഗുഡ് ആഫ്റ്റർനൂണിലൂടെ എത്തിയിട്ടുണ്ടല്ലേ. ഹലോ. എനിക്ക് സത്യം പറഞ്ഞാൽ പ്രിൻസിപ്പൽമാർക്ക് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസരം വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ആദ്യം ഒരു ബേജാറുണ്ടാവുമല്ലോ. കാരണം എന്നെ ഒരു പ്രിൻസിപ്പൾ പ്രത്യേകിച്ച് എന്നെ പിടിച്ച് കടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിലും പ്രിൻസിപ്പൾ എന്ന് കേൾക്കുമ്പോഴുള്ള വേറെയില്ല. ഏകദേശം 10-15 കൊല്ലമായി ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട്. പക്ഷെ എന്നാലും പ്രിൻസിപ്പൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ബേജാറുണ്ടല്ലോ. ആ ഒരു ബേജാർ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ട്. അതിൽ ഏറ്റവും രസമുള്ളൊരു സ്റ്റോറി ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചതാണ്. അതായത് പണ്ട് ഈ സ്കൂളിൽ ഇങ്ങനെ ഈ ടീച്ചർമാരോടൊക്കെ ചീത്ത കേൾക്കുന്ന സമയത്തെ ഒരു തരത്തിലുള്ളൊരു ദേഷ്യം വരും. എന്തിനാണ് ഇങ്ങനെ ചീത്ത പറയുന്നത്? ഞാനിങ്ങനെ ആഗ്രഹിക്കും, ഞാനെങ്ങനായിരുന്നു ഇവിടുത്തെ ടീച്ചറും ഈ ടീച്ചർ കുട്ടിയെങ്കിലുണ്ടല്ലോ കാണിച്ചു കൊടുക്കേനി എന്നുള്ള ചിന്തകളൊക്കെ തമാശ രൂപത്തിൽ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ബക്കറ്റ് ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ഒരു കാര്യം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. അപ്പോൾ അവനെ ചോദിച്ചാടാ, ഈ ആഴ്ച നീ ഫ്രീ ആണോ? പൊതുവെ ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഏർപ്പാടായിട്ട് ഞാൻ തിരക്കിലായിരിക്കും. നമ്മുടെ 2-3 ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സുകളെ പറ്റിയും ചോദിച്ചു. ഒരു ക്ലാസ് ഫറൂഖ് കോളേജിലാണ്. പിള്ളേർക്കുള്ള ക്ലാസ് ആയിരിക്കില്ലേ? വരാനില്ല. പിന്നെ അതൊക്കെ മാഷന്മാരൊക്കെ വന്നു. അല്ല, പ്രിൻസിപ്പൾമാർക്ക്. അവനാകെ പ്രിൻസിപ്പൾമാർക്കാ. അവനും എന്നെ പോലെ 10-16 കൊല്ലം കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട്. ബട്ട് സ്റ്റിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പേടിയുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നമുക്കറിയാം. കാരണം പ്രിൻസിപ്പൽ റൂമിലേക്ക് പോവുക, ഒരു പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പുറത്താക്കണമെങ്കിൽ തീരുമാനിച്ചാൽ കഴിയും. ഒരു പ്രിൻസിപ്പൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എനിക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് വരും. ഇതെല്ലാം നമ്മുടെ തലയിൽ ഉണ്ടായിരിക്കും. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ പൊതുവേ വേദികളിൽ പോയി കഴിഞ്ഞാൽ സംസാരിക്കുന്നത് ജീവിതത്തെക്കുറിച്ചാണ്. അൾട്ടിമേറ്റ്ലി എനിക്കിന്ന് കിട്ടിയ ടോപ്പിക്ക് സ്റ്റിയറിംഗ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും നല്ല രീതിയിൽ സ്റ്റിയർ ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം പ്രിൻസിപ്പൽമാർക്ക്. ഒരു LP സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ പോലും ആയിട്ടില്ല ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ കൊണ്ടുപോകണമെന്ന് പറയാനുള്ള ആധികാരികത എനിക്കില്ല. പക്ഷേ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പാൾ ആരായിരിക്കും എന്ന് പറയാനുള്ള ആധികാരികത എനിക്കുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് സെഷൻ എടുക്കുന്നത്. അതായത് ഇന്ന് ഞാൻ എടുക്കുന്ന സെഷൻ ഒരിക്കലും സ്റ്റിയറിംഗ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് എന്നതിന് പകരം സ്റ്റിയറിംഗ് ദ സെൽഫ് റൈറ്റ് എന്നാണ്. ദാറ്റ്സ് ദി അൾട്ടിമേറ്റ്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു സ്റ്റിയർ അവർ സെൽവ്സ്. നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ സ്റ്റിയർ ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ സക്സസ് നമുക്ക് രുചിക്കാൻ കഴിയൂ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇഫ് യു ആർ ഗോയിങ് ടു ബി ഇൻ ദാറ്റ് പൊസിഷൻ, ആ ഒരു പൊസിഷൻ നീ എത്തിക്കഴിഞ്ഞാൽ നീ സക്സസ്ഫുൾ ആണ്. നീ ഇത്ര കാശുണ്ടാക്കി കഴിഞ്ഞാൽ നീ സക്സസ്ഫുൾ ആണ്. നീ ഇവിടെ എത്തിയാൽ നീ സക്സസ്ഫുൾ ആണ്. അല്ല, അങ്ങനെയാണെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? സോ കോൾഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ ലൈഫ് ഇൻ ദ സെൻസ് ദേ ആർ നോട്ട് സക്സസ്ഫുൾ ബിക്കോസ് ദേ ആർ നോട്ട് ഏബിൾ ടു സ്റ്റിയർ ദംസെൽവ്സ്. ദേ ആർ സ്റ്റിയറിംഗ് സംതിങ് എൽസ്. ദി കമ്പനീസ്, വലിയ കമ്പനികൾ അവർ സ്റ്റിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ സ്റ്റിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർ സാറ്റിസ്ഫൈഡ് അല്ല. വൈ? Because they have never ever tried to understand how to steer themselves. അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് യുവർ ഓൺ സെൽഫാണ്. സോ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് എ പവർഫുൾ ലൈഫ്. പവർഫുൾ ലൈഫ് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അത്രയും പവർ കയ്യിലുള്ള ആൾക്കാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ്. എനിക്ക് ഒരുപാട് സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. കാരണം എന്നെക്കാൾ ഏറ്റവും മനോഹരമായി ക്ലാസ് എടുക്കാൻ കഴിവുള്ള മാഷന്മാരുടെ മാഷായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഇതിനു മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൾമാർക്ക് ഇങ്ങനത്തെ ഒരു ക്ലാസ് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ്. പക്ഷേ ഞാൻ പറയും, നിങ്ങൾ എന്നെക്കാൾ എത്രയോ പ്രായം കൂടി ആൾക്കാരൊക്കെ ആയിരിക്കും, പക്ഷേ ക്ലാസ് എടുക്കുമ്പോൾ ഞാനാണ് കേട്ടോ സാറെന്ന്. അതിൻ്റെ അർത്ഥം വേറെ ഒന്നുകൊണ്ടല്ല, ഉള്ളിൽ ആ പേടി മാറണമല്ലോ, അതുകൊണ്ടാണ്. പ്രായമുള്ള ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു പേടി മാറുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഇമ്പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് സ്പർശിക്കുന്ന രീതിയിൽ എത്തിക്കാനായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശ്രമം. വളരെ പെട്ടെന്ന് എന്നെ ക്ലാസ് തീർക്കാനാണ് എന്നെ സംബന്ധിച്ചുള്ള ഉദ്ദേശം. കഴിവിൻ്റെ പരമാവധി നിങ്ങളിലേക്ക് എൻ്റെ ഭാഷ്യം എത്തിക്കുക എന്നുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് പവർഫുൾ ലൈഫ്. സുധീർ സാറ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അബൌട്ട് ദ ലീഡർ. ഹൂ ഈസ് എ ലീഡർ? എനിക്ക് കൂടുതലായിട്ട് ലീഡറെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഐ വുഡ് റിയലി ലവ് ടു ആക്ച്വലി ഹിയർ ഫ്രം യു. ബൈ ദ വേ, ആർക്കെങ്കിലും ലീഡറെ കുറിച്ച് എന്തായാലും എല്ലാവർക്കും തീർച്ചയായിട്ടും എല്ലാവരും ലീഡറായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഇഫ് എനിവൺ കുഡ് ആക്ച്വലി റേസ് യുവർ ഹാൻഡ് ആൻഡ് സേ എന്തായിരിക്കണം ഒരു ലീഡർ? താങ്ക് യു.
ബ്രില്യൻറ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ്. പൊസിഷനിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ആളുകളും ഞാൻ പറയുന്നത് കേട്ടിരിക്കുന്നത്, എൻ്റെ ഉപ്പ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഇവിടെ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം ഉപ്പ എനിക്ക് പലപ്പോഴായി പറഞ്ഞിരുന്ന ഒരു ക്വാളിറ്റിയാണ് സത്യം പറഞ്ഞ ലീഡർഷിപ്പിനെ കുറിച്ചിട്ട്. പൊതുവേ ഈ ഒരു പ്രിൻസിപ്പാളിനെ നോക്കിയിട്ട് പറയുന്ന ഒരു ഡയലോഗാണ്, ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, കുറേ ഉപ്പിട്ടെടുത്താൽ പറയുന്നുള്ളത്. പക്ഷേ ഉപ്പ എന്നോട് പറഞ്ഞ സംഭവമുണ്ട്, സത്യം പറഞ്ഞാൽ മുഴുക്കിരീടം വെച്ച ആൾക്കാരുടെ അവസ്ഥയാണ് ഈ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ. അത്രക്ക് റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഉണ്ടാവുക, റെസ്പോൺസിബിലിറ്റീസ് അറ്റ് ഇറ്റ്സ് സ്പീക്ക്. കാരണം പ്രത്യേകിച്ച് അവർ ഒന്നും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും എല്ലാ ചോദ്യവും അവരുടെ നേർക്കായിരിക്കും. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദ്യം വരിക പ്രിൻസിപ്പാളിൻ്റെ അടുത്തായിരിക്കും. പക്ഷെ ആ പ്രിൻസിപ്പാൾ പിന്നെ വിളിച്ച് ഏതെങ്കിലും ഒരു സബോർഡിനേറ്റ് ഒരു കാര്യം സംസാരിക്കുന്ന സമയത്തേക്ക് പ്രിൻസിപ്പാൾ ഭയങ്കര ഈക്വലുള്ള ആളാണ്. പ്രിൻസിപ്പൾ ആയതിൻ്റെ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ റൈറ്റായിട്ട് സ്റ്റെയർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴായി നമുക്ക് കിട്ടുന്ന പ്രഷർ ബാക്കിയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ we are not actually feeling what exactly we got. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ആ ഒരു സന്തോഷത്തിൽ നിന്നും ആകെ കുറഞ്ഞ് ഡിക്ലൈൻ ആയിട്ട് പല ആൾക്കാരോട് പറയുന്ന സമയത്ത് ഐ എം ദ പ്രിൻസിപ്പൽ ഓഫ് ദിസ് കോളേജ് എന്ന് പറയുമ്പോൾ മാത്രമുള്ളൊരു സന്തോഷത്തിലേക്ക് പോവാണ്. പല ഏരിയയിലും എൻ്റെ ജീവിതത്തിൻ്റെ പല ഏരിയയിലും ഡിസ്റ്റർബൻസ് ഇല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. ഒരാൾ പറയാം പ്രിൻസിപ്പളാണ് കേട്ടോ എന്ന് പറയുമ്പോൾ മാത്രം സന്തോഷം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ വി ആർ ആക്ച്വലി ഫൊർഗെറ്റിംഗ് അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച് നമ്മൾ മറക്കുകയാണ്. anyone can become a leader, a good leader. He is a good leader. He is leading the institution, right? ഇതെല്ലാം പറയാം. പക്ഷേ this is the ultimate. A great leader. How can you become a great leader? A great leader is a good guide. A good guide. നല്ലൊരു ഗൈഡ് ആയിരിക്കും. A good guide എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? It's as simple as that. A good guide has a good heart. Ultimate ആണ്. വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പല ആളുകളെയും എനിക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, അവരോട് സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ സക്സസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്ന ഏറ്റവും ഹൈ പൊസിഷനിലുള്ള ആൾക്കാർ എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നത്? നമ്മളവരെ നോക്കിയിട്ട് പറയും, വാട്ട് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്, എനിക്ക് അയാളെ പോലെ ആകണം. ബട്ട് ദാറ്റ് പേഴ്സൺ ഹിംസെൽഫ് ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് വൈ ആം ഐ ഫീലിംഗ് ബാഡ് വിത്ത് ഓൾ ദീസ് കൈൻഡ് ഓഫ് സക്സസ് ദാറ്റ് ഐ ആം ഹാവിങ്. ഇതെല്ലാം ഉണ്ടായിട്ടും വൈ ആം ഐ ഫീലിംഗ് ബാഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റൊരാൾക്ക് എന്നെക്കുറിച്ച് പറയുന്ന സമയത്ത് എൻ്റെ അടുത്ത ആളാണ് കേട്ടോ, ഹീസ് ദിസ് കോളേജ് പ്രിൻസിപ്പൽ എന്ന് പറയാനുള്ള ഒരു വസ്തു മാത്രമായിട്ട് മാറുന്നൊരവസ്ഥ. ഐ എം നോട്ട് ആക്ച്വലി ഫീലിംഗ് മൈ ലൈഫ്. വൈ ആം ഐ നോട്ട് ഏബിൾ ടു ഫീൽ മൈ ലൈഫ്? ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എ ഗുഡ് ഹാർട്ട്. ഒരു നല്ല ഹൃദയമില്ല. മോശക്കാരന് എന്നുള്ള അർത്ഥം നല്ല ഹൃദയമില്ല. ഒരു കഥയുണ്ടായിരുന്നു, പേഴ്സണലി അറിയുന്ന കഥകളാണ്, പേരുകളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഒരു കോളേജ് പ്രിൻസിപ്പളാണ്, സച്ച് എ ഡിസിപ്ലിൻ പ്രിൻസിപ്പൽ, ഒരു രക്ഷയില്ലാത്ത പ്രിൻസിപ്പളാണ്. ഓഫ് കോഴ്സ് ഹി ലെഡ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ വെച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ആദ്യ പങ്ക് വഹിച്ച ഒരു പ്രിൻസിപ്പളാണ്. പുള്ളി റിട്ടയർ ചെയ്തു. പിന്നെ ആ കോളേജിലോട്ട് തിരിച്ചു വന്നു. ആ സമയത്ത് അവിടെ ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന, പിന്നെ അതിൻ്റെ പേര് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നായി. ആ വ്യക്തിയാണ് ഇപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ. പുള്ളിയുടെ ചാമ്പറിലേക്ക് വരെ ആരെ കയറ്റിയില്ല, എക്സ് പ്രിൻസിപ്പലിനെ കയറ്റിയിട്ടില്ല. ഒരുപാട് നേരം ആലോചിച്ച് നോക്കണേ, ഒരുപാട് നേരം പുള്ളിയെ ചാമ്പറിലേക്ക് കയറ്റിയിട്ടില്ല. ആർക്കറിയാം, അല്ല സാറ് അവിടെ വന്നിരിക്കുന്നുണ്ട്, ഞാൻ പുള്ളിയെ വിളിച്ചോളാം, എനിക്ക് തിരക്കുണ്ട്, ഞാൻ പുള്ളിയെ വിളിച്ചോളാം, അവിടെ ഇരിക്കട്ടെ, കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ, എനിക്ക് വേറെ തിരക്കില്ല. എന്തുകൊണ്ടായിരിക്കും? Because the principal was not able to touch his colleagues. ഹൃദയം വെച്ച് തൊടാൻ പറ്റിയിട്ടില്ല. നമ്മുടെ പൊസിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പൊസിഷൻ ആൾക്കാർ റെസ്പെക്ട് ചെയ്യും, തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യും. അതേപോലെ പൊസിഷൻ റെസ്പെക്ട് എന്നാ പറയാം. അതുപോലെ വേറെ റെസ്പെക്ട് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ഹാർട്ട് റെസ്പെക്ട് എന്ന്. മരണം വരെ ഹൃദയം തൊട്ടൊരു വ്യക്തിയെ മറ്റൊരാൾ മറക്കില്ല. അതിലുള്ള ഏറ്റവും ഹൈ കപ്പാസിറ്റിയുള്ള ആൾക്കാരാണ് ഈ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. വേറൊരു കഥ അറിയാം. ഒരു പയ്യൻ ആ കോളേജിലേക്ക് വരുന്നത് തന്നെ മരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഏകദേശം ജീവിതം മടുത്ത് നിൽക്കുന്നൊരു സാഹചര്യം. ബട്ട് സ്റ്റിൽ പുള്ളി കോളേജിലോട്ട് വന്നു. കോറിഡോറിൽ ഇരിക്കുകയാണ്, തലയും താഴ്ത്തി. പെട്ടെന്നൊരു കൈ പുറകെ വന്നിട്ട്
ചുമ്മാ ഒരു തട്ടടി ഒന്ന് എനിക്ക് നോക്കിയപ്പോൾ പ്രിൻസിപ്പളാണ്. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒക്കെ ശരിയാവടാ, വേറൊന്നും സാർ പറഞ്ഞിട്ടില്ല. അല്ല ശരിയാവടാ, എനിക്ക് ഒന്നും ചോദിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് തിങ്. ആ വ്യക്തി ആ ഒരു കോളേജിൽ നിന്നും ഇറങ്ങുമ്പോൾ ആലോചിച്ച് നോക്കണം, ആ വ്യക്തി ഒരിക്കലും സംസാരിക്കുന്ന കണ്ട വ്യക്തിയല്ല. ആ കോളേജിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ആ വ്യക്തി പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ഒരു കാര്യമാണ്, ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് എ പാറ്റ് ഓൺ ഹിസ് ബാക്ക്. ആരാണ് അവനെ അടിച്ചേ? പ്രിൻസിപ്പലാണ്. Someone who he respects. He gave him a beautiful pat. ബാക്കിൽ ഒരു കൈ മാത്രം തന്നിട്ടുള്ളൂ. He was able to survive. അതായത് ഹൃദയത്തിലേക്ക് ഏറ്റവും ഡീപ്പായിട്ട് തൊടാൻ കഴിവുള്ള ആൾക്കാരാണ് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങൾ ഇരിക്കുന്ന കുറച്ച് വർഷങ്ങളുണ്ടാവും, 5 ആയിരിക്കാം, 6 ആയിരിക്കാം, ചിലപ്പോൾ 10 കൊല്ലമായിരിക്കാം. ആ 10 കൊല്ലത്തിനിടയ്ക്ക് എത്ര ഹൃദയങ്ങൾ തൊടാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ദാറ്റ്സ് ദി അൾട്ടിമേറ്റ് തിങ് ദാറ്റ് യു വുഡ് ബി ഹാവിങ് അറ്റ് ദി എൻഡ് ഓഫ് യുവർ ലൈഫ്. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഞാൻ പറയുന്നത് ആ പ്രിൻസിപ്പാൾ ചെയ്ത് ശരിയെന്നല്ല കേട്ടോ. ആ എക്സ് പ്രിൻസിപ്പാളിനെ ചെയ്ത രീതി ശരിയെന്നല്ല. കാരണം പുള്ളിക്കും ആ ഒരു ഫീൽ കിട്ടുന്നില്ല. ഹി വാസ് ഓൾസോ ഇൻ വെഞ്ചൻസ് വിത്ത് ഹിസ് എക്സ് പ്രിൻസിപ്പൽ. വെഞ്ചൻസിലാണ് അയാൾ അനുഭവിക്കണം. അയാൾ എൻ്റെ അടുത്ത് ചെയ്ത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു രക്ഷയിലാണ് പോയിട്ടുണ്ട്. പക്ഷേ ഒരു വ്യക്തിക്ക് പോലും അയാൾ ഇഷ്ടമില്ലായിരുന്നു. കാരണം ഇയാളെല്ലാം പറയുന്ന സമയത്ത് പിന്നെയും പോയി അവിടെ ഇരുന്നതിൻ്റെ ഒരു റീസൺ എൻ്റെ ജോലി പോകാൻ പാടില്ല. ഇയാൾ ഒരിക്കലും എൻ്റെ കയ്യിൽ കിട്ടണം എന്ന് അത്രയ്ക്ക് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് ഫൈനലി ദാറ്റ് ഡേ കെയിം. ദിസ് ഈസ് ദി ഓൺലി റീസൺ വൈ ഐ ആം സേയിങ് യു ഹാവ് ടു ടച്ച് പീപ്പിൾ വിത്ത് ഹാർട്ട്. ആൻഡ് ഹു ആർ ദോസ് പീപ്പിൾ ഹു ടച്ച് പീപ്പിൾ വിത്ത് ഹാർട്ട്? ആർക്കാണ് ഹൃദയം ബ്യൂട്ടിഫുൾ ആയിട്ട് മറ്റുള്ളവരെ ടച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യം, ഈ മനുഷ്യത്വം, ഈ ഒരു സ്നേഹം, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഐ എം നോട്ട് ഏബിൾ ടു, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ് ഇമോഷൻ. പക്ഷേ ഞാൻ അയാളോട് ദേഷ്യം പിടിച്ചു പോവാണ്. എനിക്കറിയാം അയാളുടെ വീട്ടിലെ അവസ്ഥ, എനിക്കറിയാം. പലപ്പോഴും പറയുന്ന കാര്യമാണ്, ഓഫീസ് വേറെ വീട് വേറെ. ദി വേർസ്റ്റ് ഫ്രേസ് ഐ എവർ ഹേർഡ് ഇൻ മൈ എൻറ്റയർ ലൈഫ്. ഇതിനേക്കാളും വൃത്തികെട്ട ഫ്രേസ് ഈ ലോകത്തില്ല. ഓഫീസ് വേറെ വീട് വേറെ. അവൻ ഈ ഓഫീസിലേക്ക് വരുന്നതിന്റെ റീസൺ തന്നെ ആ വീടിനെ ആലോചിച്ചിട്ടായിരിക്കും ഫസ്റ്റ്. ദാറ്റ്സ് ദി ഓൺലി തിങ്. സോ ആ ഒരു ഡയലോഗ് പഠിക്കുമ്പോൾ ദി ഫസ്റ്റ് തിങ് ദാറ്റ് ഈസ് കമ്മിങ് ഈസ് ലൈക്ക് അബാൻഡൻ സംവൺ യു ലവ്. അവൻ കണക്ട് ചെയ്യാൻ പറ്റില്ല. ദി ഓൺലി റീസൺ വൈ ഹി ഈസ് ദേർ ഇൻ ദിസ് ഓഫീസ് ഫ്രം മോർണിംഗ് 9 till 5 ഈസ് ടു ഗെറ്റ് സം പെനി, കുറച്ച് കാശ് കിട്ടിയിട്ട് ആ കുടുംബം നല്ല രീതിയിൽ നോക്കാൻ വേണ്ടി. ആ സമയത്ത് അവനോട് പറയുന്നത്, കുറച്ച് ലേറ്റായി വരുന്ന സമയത്ത് ഓഫീസ് വേറെ വീട് വേറെ. അയക്ക് 2 സെൻറ്റർ തോന്നുമ്പോൾ ലേറ്റായി വരണം എന്നുള്ള സംഭവമല്ല. നമ്മൾ വളറബിളായിട്ട് അതോ വിഷമം തോന്നണ്ട, പീപ്പിൾ പ്ലീസർ ആവണം എന്നതല്ല. സാറിനടുത്ത് കളി നടക്കില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. ആക്ഷൻസ് കറക്റ്റായിട്ട് എടുക്കേണ്ട രീതിയിൽ എടുക്കണം. എൻ്റെ വായ കൊണ്ട് ഞാൻ ഒരിക്കലും മോശമായിട്ട് മറ്റൊരാളെ വേദനിപ്പിക്കില്ല. ചിലപ്പോൾ നമ്മളുടെ സംസാരം പേടിച്ച് നമ്മുടെ സബോർഡിനേറ്റ്സ് തീർച്ചയായിട്ടും നമ്മൾ അനുസരിച്ചെന്ന് വരാം. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു, എത്രമാത്രം നമ്മൾ അവരനുസരിപ്പിക്കുന്നോ അവരനുസരിക്കുന്നത് നമ്മളെയല്ല, അവരനുസരിക്കുന്നത് നമ്മുടെ പൊസിഷനെയാണ്. And let me tell you people, please understand this position can be easily lost and definitely it will be lost. ഇപ്പോൾ സുധീർ സാർ എന്നെ പറഞ്ഞിട്ടില്ലേ, എനിക്ക് 2 വർഷമാണ് ഇവിടെ ഇരിക്കാനുള്ള അധികാരം. ഇപ്പോൾ 2.5 വർഷമായി. ഏത് സമയത്തും ഞാൻ ഈ അവസ്ഥയിൽ നിന്നും പോകാം. This is a small portion of your life where you're getting a wonderful opportunity to touch people's heart. മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ തൊടാൻ കിട്ടിയ ഏറ്റവും മനോഹരമായ ഒരു അവസരം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ things will be completely different. And who have this, beautiful heart, say, a good heart. A good heart is at peace. സമാധാനമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരിക്കലും നല്ല ഹൃദയമുണ്ടെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. മറ്റേത് പീപ്പിൾ പ്ലീസിങ്ങാണ്. നിങ്ങൾക്ക് വിഷമം തോന്നരുത് എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വാല്യൂസ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ സഹായിക്കുന്നു. അത് ഹൃദയത്തിൽ തൊടലല്ല, അതിന് പറയുന്ന ഒരു സ്റ്റുപ്പിഡിറ്റി എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്ന ആളുകളോട് നല്ല രീതിയിൽ തന്നെ പെരുമാറണം, പക്ഷെ നിങ്ങളുടെ വാല്യൂസ് മാറ്റി വെക്കാൻ പാടില്ല. നിങ്ങൾ അഡോൺ ചെയ്യപ്പെട്ടിട്ടുണ്ട് ബ്യൂട്ടിഫുൾ പൊസിഷൻ ടു ലീഡ് വിത്ത് ദ റൂൾസ്, ബട്ട് യു കനോട്ട് കോംപ്രമൈസ് ദ റൂൾസ്. റൂൾസ് കോംപ്രമൈസ് ചെയ്യണ്ട. റൂൾസ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. റൂൾസ് കോംപ്രമൈസ് ചെയ്ത് let me tell you people, if you are going to please people, this position is not for you. ആളുകൾ പ്ലീസ് ചെയ്യാനുള്ളതല്ല, പ്ലീസ് ചെയ്തോ അയാൾക്ക് സമാധാനം ഇല്ല കേട്ടോ.
ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ആൾക്കാർ വിചാരിക്കുന്നത് പറഞ്ഞാൽ മറ്റൊരാളെ വിഷമിപ്പിച്ചാൽ നിനക്ക് സമാധാനം ഉണ്ടാവില്ല. മറ്റാൾ വിഷമിക്കില്ലേ ഇത് എൻ്റെ ഇതിൽപ്പെട്ട കാര്യമില്ല. പക്ഷേ ഞാൻ ആളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യില്ല. ഇത് മാത്രമേ എൻ്റെ കൈക്കെട്ട കാര്യമുള്ളൂ. ഐ ആം ആക്ച്വലി ഡൂയിങ് മൈ ഡ്യൂട്ടി. I have empathy for you. I have respect for you. Equal respect for all the people who are working under me. Everyone is working. എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. I have huge respect for you. Khalas. The same way I have respect for myself. ഞാൻ എങ്ങനെ എന്നോട് റെസ്പെക്ട് ചെയ്യാം? ഞാൻ എന്നെ കണ്ടില്ല എന്ന് അടിച്ച് ഞാൻ നിങ്ങളെ സ്നേഹിക്കില്ല. People often forget this. They actually neglect themselves to love others. This is not love. This is called dependency. എൻ്റെ സപ്പോർട്ടേഴ്സ് എല്ലാവരും എന്നോട് പറയണത് എന്തെന്ന് അറിയാം, ഞാൻ നല്ല വ്യക്തിയാണ്, നല്ല പ്രിൻസിപ്പളാണ്. ഇങ്ങനത്തെ ഒരു പ്രിൻസിപ്പാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ലെറ്റ് മീ ടെൽ യു സംതിങ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ബാക്കിയുള്ളവരെ കുറിച്ച് അങ്ങനെ പറയുന്നത് അല്ല. അങ്ങനെ പറയാം, പൂപ്പര് പോയിട്ടാ ചാക്കിലിട്ടാൽ മതി, പൂപ്പര് വീടുള്ളൂ. ലെറ്റ് മീ ടെൽ യു സംതിങ്, ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. നിങ്ങൾ റൂൾസ് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ വാല്യൂസ് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ, ഒരു വില പോലും നിങ്ങൾക്ക് ഉറപ്പാണ് ഒരാളും തരാൻ പോകുന്നില്ല. What I mean is, politely you say. ചില ആൾക്കാർ നോ എങ്ങനെയാ പറയാന്നറിയോ? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ചോദിക്കരുതെന്ന്. അങ്ങനെ എന്തിനാ നോ പറയുന്നത്? എൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് പേടിയായിട്ടാ, കാരണം നിങ്ങൾ എന്നെ കൂടി ചെയ്യിപ്പിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ദേഷ്യം പിടിച്ച് പറയുന്നത്. എനിക്ക് പേടിയൊന്നുമില്ല നിങ്ങൾ എന്നെ കൂടി ചെയ്യിപ്പിക്കുന്ന. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാസ്റ്റർ ചെയ്തെടുത്തൊരു കാര്യമാണ് നോ. കാരണം എനിക്ക് ഈ പരിപാടി അറിയില്ല. നോ. ഇപ്പം നോ എങ്ങനെ പറയാം? അത് പറ്റില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ വിചാരിക്കും ഞാൻ എൻ്റെ ഈ ഒരു വിനയത്തോടു കൂടി സംസാരിച്ചുകൊണ്ട് 3-4 പ്രാവശ്യം കൂടെ ഒന്ന് ഫോഴ്സ് ചെയ്താൽ ചിലപ്പോൾ ഞാൻ യെസ് പറയുന്നു. ഞാൻ ആക്കുള്ളൂ. ദെൻ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. ഇയാൾ പറഞ്ഞാൽ ചെയ്യില്ല എന്ന്. മുപ്പര് ഒരു വാക്കുണ്ട്, വാല്യൂസ് ഉണ്ട്. വെറുതെ കൂടുതൽ പോയി പറയാൻ നിൽക്കണ്ട. എഫേർട്ട് ഇല്ലല്ലോ. ഐ ഡോണ്ട് ഹാവ് മച്ച് എഫേർട്ട്. അതുകൊണ്ട് അപ്പോൾ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യം വളരെ പെട്ടെന്ന് ചെയ്തുകൊണ്ട് പോവാം. ദെൻ വിൽ ഡിസ്കസ്. ഓക്കെ, ഖലാസ്. എടാ വേറെ തിരക്കുണ്ടടാ, മനസ്സിലാക്കുക. ദിസ് ഇസ് ദി ഓൺലി തിങ് ദാറ്റ് ഐ ആം ഗോയിങ് ടു സേ. ഇത് പറയാൻ പഠിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സമാധാനം. അത് ആർക്കേ പറ്റുള്ളൂ? സമാധാനമുള്ള ആൾക്കാർക്ക് പറ്റുള്ളൂ. അപ്പോൾ സമാധാനം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ നമ്മളെക്കുറിച്ച് നല്ലത് പറയലാണ് എന്ന് വിചാരിച്ചാൽ തെറ്റി. സമാധാനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ഹൈ ലെവൽ, ആരെയും നോക്കാണ്ട് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രിൻസിപ്പൽ എന്ന രീതിയിലുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടണം എന്ന് ചിന്തിച്ചാലും തെറ്റി. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? യു ആർ ആക്ച്വലി അഡോണിങ് യുവർ വാല്യൂസ്. നിങ്ങളുടെ വാല്യൂസിനെ നിങ്ങൾ അഡോൺ ചെയ്യുന്നുണ്ടോ? ദാറ്റ് ഈസ് കോൾഡ് പീസ്. സമാധാനമാണ് സക്സസ് എന്ന് പറഞ്ഞാൽ. നോ പൊസിഷൻ ഈസ് സക്സസ്, നോ മണി ഈസ് സക്സസ്. ഇത് സക്സസ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മൾക്ക് തെറ്റി. കാരണം നമ്മൾ വിചാരിക്കുന്ന സോ കോൾ സക്സസ് വളരെ കുറച്ച് കാലം മാത്രം നമുക്ക് തരുന്ന സന്തോഷം സക്സസ് ആയിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും, അഥവാ സമാധാനമായിട്ട് തെറ്റിദ്ധരിക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഉറക്കം കിട്ടുന്നില്ല എന്ന് എത്ര ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. ഉറങ്ങാൻ പറ്റുന്നില്ല. Can you imagine? They cannot sleep. Someone is saying I cannot sleep. Why? എന്തുകൊണ്ടാ? അത്രയും പ്രഷർ ഉള്ളതുകൊണ്ടാ? അത്രയും റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ടാ? അല്ല. He is not able to handle it because he is not able to handle himself. ഒരു മനുഷ്യൻ അയാളെ ഹാൻഡിൽ ചെയ്യാൻ പരാജയപ്പെടുന്നിടത്താണ് അയാൾ എന്ത് തീരുമാനിക്കുന്നത്? ഈ ജീവിതത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുന്നത്. ആത്മഹത്യ എന്ന് പറഞ്ഞ അർത്ഥം ആത്മാവിനെ ഹത്യ ചെയ്യാന്ന് അർത്ഥം. ഐ എം കില്ലിങ് മൈ സെൽഫ്. ഞാൻ എന്നെ കൊല്ലാണ്. അതിൻ്റെ അർത്ഥം എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഐ ആം കില്ലിങ് മൈ സെൽഫ്. ഞാൻ ആരെയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. ഇഫ് ഐ എം ഗോയിങ് ടു കിൽ സംവൺ, എൻ്റെ അർത്ഥം എനിക്ക് അയാളോട് അത്രക്കും വെറുപ്പാണ്. അത്രയും വെറുപ്പുള്ള ഈ ഭൂമിയിൽ ഇയാൾ ജീവിക്കാനേ പാടില്ല എന്ന് ഞാൻ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയെ ഞാൻ കൊല്ലാൻ തോന്നുന്നു. ആണോ ഇല്ലേ? ഇഫ് ഐ എം കില്ലിങ് മൈ സെൽഫ്, എനിക്ക് അത്രക്ക് വെറുപ്പാണ് എന്നോട്. ദേ ആർ നോട്ട് തിങ്കിങ് ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ്. ആത്മഹത്യ പ്രേരണ കുറ്റം എന്ന് പറയാറുണ്ട്. ആത്മഹത്യ പ്രേരണ കുറ്റം എന്ന് പറയുന്നത് ആത്മാമനെ വാ താണ് കയറി തൂങ്ങടാ, തൂങ്ങിയിട്ടില്ലേ എന്നെ വെടിവെച്ച് കൊല്ലും, തൂങ്ങി അങ്ങനെയല്ലല്ലോ. ഇനി പറയും കൊലപാതകം എന്നാ. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താ? അൾട്ടിമേറ്റ്ലി യു ആർ കില്ലിങ് യുവർ സെൽഫ് ബേസ്ഡ് ഓൺ സം പീപ്പിൾസ് ജഡ്ജ്മെന്റ് അബൌട്ട് യു. ആൾക്കാരിനെ കുറിച്ച് എന്ത് വിചാരിക്കും? സോ പീപ്പിൾ പ്ലീസിങ് മെന്റാലിറ്റി. ആ പീപ്പിൾ പ്ലീസിങ് മെന്റാലിറ്റി എന്ന ഒറ്റ കാര്യം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ആലോചിക്കുക, യു ആർ കില്ലിങ് യുവർ സെൽഫ് ഫോർ someone else's judgment. നിങ്ങളുടെ മനസ്സിലൂടെ എന്താ പോകുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ബട്ട് സ്റ്റിൽ യു വാണ്ട് their validation. But we are not ready to actually think about it. എനിക്ക് നാളത്തെ കാര്യം നോക്കണം, എനിക്ക് നാളത്തെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും റെഡിയാക്കണം.
എനിക്കിതിൽ സക്സസ്ഫുൾ ആവണം. മീൻ വെൽ മൈ ഡോട്ടർ ഈസ് കമ്മിങ് ആൻഡ് ആസ്കിങ് മീ, ഉമ്മ ഞാൻ ഇതൊന്ന് മോളെ വെറുപ്പിക്കല്ലേ. ഞാൻ എന്തിനാണ് പോളോട് പറഞ്ഞോളൂ ആ കാര്യത്തിലൊന്ന് ചോദിച്ചാൽ എല്ലാം കൂടെ മനുഷ്യർ തലപ്പിരാന്ത് പിടിക്കാണ്. ഇനി നീ ഭക്ഷണം എടുത്തു വെച്ചു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാൻ കഴിക്കുക, വെറുപ്പിക്കുക. ഞാൻ സത്യം പറയും വീട്ടിലേക്ക് തന്നെ വരുള്ളൂ. This thing is actually happening again and again in my home. സമാധാനമില്ല. നമുക്കറിയാം നമ്മുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നറിയാം? Every single time we understand that we are making mistakes, we cover it up with what? Excuses. ബാക്കിയുള്ളവർ എക്സ്ക്യൂസ് പറയുന്ന സമയത്ത് അത് പോയിന്റ് ഔട്ട് ചെയ്യാൻ നമ്മൾ മിടുക്കന്മാരാണ്. ഐ നോ ദാറ്റ് യു മേക്കിംഗ് എക്സ്ക്യൂസ്. അതുകൊണ്ട് എനിക്ക് അത്ര കോൺഫിഡൻസോട് പറയാൻ പറ്റുമെന്ന് അറിയാം. കാരണം ഞാൻ എൻ്റെ കാര്യത്തിൽ പലപ്പോഴും എക്സ്ക്യൂസ് പറയുന്നുണ്ടോ, യു ആർ മേക്കിംഗ് എക്സ്ക്യൂസ്, യു ആർ മേക്കിംഗ് എക്സ്ക്യൂസ്, യു ആർ മേക്കിംഗ് എക്സ്ക്യൂസ്. ബട്ട് ഐ ആം നെവർ ക്വസ്റ്റനിങ് മൈസെൽഫ് ദാറ്റ് ഐ ആം മേക്കിംഗ് എക്സ്ക്യൂസ്. മറ്റുള്ളവരെ പരിഗണിക്കാൻ എനിക്ക് കഴിയാത്തത് ഞാൻ എന്നെ പരിഗണിക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മറ്റൊരാളെ പരിഗണിക്കാൻ കഴിയാത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ ഒരാൾ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഒരാൾ നിങ്ങൾ അത്രയ്ക്കും തേജോവധം ചെയ്യുന്നുണ്ടോ? നിങ്ങൾ അയാൾ ആലോചിച്ചിട്ട് സങ്കടപ്പെടണം. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ തേജോവധം ചെയ്ത് സന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ സമാധാനം കിട്ടുന്ന ആൾക്കാരെല്ലാവരും അതൊരു താൽക്കാലിക ഫീൽ മാത്രമാണ്. മറ്റൊരാളെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ സ്വന്തം റെസ്പെക്ട് ഉള്ള ഒരാൾക്ക് പറ്റൂല. ദിസ് ഇസ് കമ്മിങ് ഫ്രം മൈ ഹാർട്ട്. ഐ ഹവ് സീൻ that amount of people. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഒരു പൊസിഷൻ കുറച്ച് കാലത്തേക്ക് നമുക്ക് ഫീൽ തരും. ടിൽ വി ആർ ഇൻ ദിസ് പൊസിഷൻ. ഈ ഒരു പൊസിഷൻ ഉണ്ടാകുന്ന സമയത്ത് മാത്രം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് പിന്നീട് കൗൺസിലിംഗ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയത് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഡിപ്രസ്ഡ് ബിക്കോസ് ദേ cannot be that റോൾ മേക്കർ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കുന്ന ആളായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ പുച്ഛമാണ്, വിലയില്ല. തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പാളൊക്കെ അവിടെ അല്ലെങ്കിൽ മറ്റൊക്കെ ഇവിടെ ഡയലോഗ് എന്നുള്ള ഡയലോഗ് വരും. നിങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, മിണ്ടാണെന്നാൽ മതി. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് എല്ലാം ചെയ്തിട്ട് കുടുംബത്തിന് വേണ്ടി why these people are not respecting me? ഞാൻ പറഞ്ഞു, ഒരു നിങ്ങളെ എംപ്ലോയീസ് അല്ല, നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കാലം നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളെ പെട്ടുപിടിക്കാൻ ആൾക്കാരുണ്ടാവും. സാർ അത് എന്നൊക്കെ പറഞ്ഞ് കൂടുണ്ടാവും. ഐ ഹവ് സീൻ പീപ്പിൾ ലൈക്ക് ദാറ്റ്. ഇറങ്ങുമ്പോഴേക്ക് പെട്ടുപിടിക്കാനും ഇത് പിടിക്കാനും അകപ്പിടിയായിട്ട് ആൾക്കാരെല്ലാം ദ സെയിം പേഴ്സൺ നടക്കുമ്പോൾ ഒറ്റയ്ക്ക് സ്വന്തം പെട്ടി ഉന്തിക്കൊണ്ട് പോകുന്ന സിറ്റുവേഷൻ. ബിക്കോസ് ഹി ഈസ് നോ മോർ ഹാവിംഗ് ദാറ്റ് പൊസിഷൻ. പുള്ളിക്ക് ആ പൊസിഷൻ ഇല്ല. പീപ്പിൾ റെസ്പെക്ട് പൊസിഷൻ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. Those people who respect position, they want something from me. It's okay, if you want, you can take it from me. Respecting my values. But at the same time, my duty, my respect toward myself is by respecting you. And it can only happen if I have respect for myself. This is the most important thing that we have to understand. Peace. നമുക്ക് എല്ലാവർക്കും വേണ്ട സമാധാനമാണ്. And let me tell you something, this is not a simple thing that we can achieve easily. പറ്റില്ല. Because we all have personalities. നമുക്കെല്ലാവർക്കും പേഴ്സണാലിറ്റി ഉണ്ട്. ഈ പേഴ്സണാലിറ്റിയാണ് തീരുമാനിക്കുക നമ്മുടെ സമാധാനം എന്താകും. എൻ്റെ കോളേജ് ഉയരത്തിലെത്തിയാൽ എനിക്ക് സമാധാനം. എൻ്റെ കോളേജ് നമ്പർ 1 ആയാൽ എനിക്ക് സമാധാനം. എൻ്റെ കോളേജിൽ കൂടുതൽ ഗ്രേഡ് കിട്ടിയാൽ എനിക്ക് സമാധാനം. ലെറ്റ് മീ ടെൽ യു സംതിങ്, ദിസ് ഇസ് നോട്ട് പീസ്, ദിസ് ഇസ് കോൾഡ് പ്ലഷർ. സന്തോഷം മാത്രമാണത്. സമാധാനവും സന്തോഷം തമ്മിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എനിക്ക് ബീച്ചിൽ പോയിരുന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു സമാധാനമാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ദാറ്റ് ഇസ് നോട്ട് പീസ്, ദാറ്റ് ഇസ് കോൾഡ് പ്ലഷർ. അല്ല, ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഒരു സമാധാനം. ലെറ്റ് മീ ടെൽ യു സംതിങ്, ദിസ് ഇസ് കോൾഡ് പ്ലഷർ, ഇറ്റ് ഈസ് നോട്ട് പീസ്. പീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? പീസ് ഇസ് വെരി സിമ്പിൾ. ഇഫ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ക്വാളിറ്റി റിലേഷൻഷിപ്പ് വിത്ത് യുവർ സെൽഫ്, നിങ്ങളുമായിട്ട് ഒരു മനോഹരമായ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ടോ, സമാധാനം ഉണ്ടാവും. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, ഇഫ് യു ആർ വിത്ത് മീ, എനിക്ക് പേടിയില്ല. നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യം, ഈ ലോകത്തിൽ ആരും എൻ്റെ കൂടെ, നിങ്ങളെൻ്റെ കൂടെ എനിക്ക് സമാധാനമാണ്. We always, feel for that. Someone, if he's there to understand me, എനിക്കെപ്പോഴും ഓടി ചെല്ലാൻ പറ്റുന്ന, എൻ്റെ പരിഭവങ്ങൾ പറയാൻ പറ്റുന്ന, സംസാരിക്കുമ്പോൾ എന്നെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. He can understand me. What am I going through? ഞാൻ പോകുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട്, ഒരു ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. Let me tell you something. Please cut that thing from your head. The only person on this planet who can understand you from the bottom of their heart is your own self. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങളുടെ ഇൻറ്റൻഷൻസ് എല്ലാം ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഒരേ ഒരാൾ മാത്രമാണ് ഈ ലോകത്ത്. That is you. Then of course your Lord is there. But let me tell you something. നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കുന്ന ശീലമില്ല എങ്കിൽ
ഉറപ്പാണ് നമ്മൾ ചെറിയ പ്രായം മുതലേ ശീലിച്ച ഒരു കാര്യം ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ വരും. എന്താണത്? അപ്രീസിയേഷൻ. വി ഓൾ ലവ് അപ്രീസിയേഷൻ. നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ ഒരൊറ്റ അപ്രീസിയേഷൻ എന്നുള്ളൊരൊറ്റ ഫാക്ടറിനെ കൊണ്ടാണ് നമ്മുടെ ജീവിതമാകെ ഇല്ലാണ്ടാവുന്നത്. 1ാം റാങ്ക് കിട്ടിയ അപ്രീസിയേഷൻ, 1ാം റാങ്കിലുള്ള ആളെ മാത്രമേ ആൾക്കാർ ഓർക്കുള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ ഓർക്കുന്നില്ല. സോ യുവർ ലൈഫ് ഈസ് വേസ്റ്റ്. ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലേ നീ സക്സസ് ആവുള്ളൂ. ഇതാണ് നമ്മൾ കേൾക്കുന്നത്. കയ്യടി കിട്ടണം, 1ാം റാങ്ക് കിട്ടണം, ഇവിടെ എത്തണം, അവിടെ എത്തണം, പൈസ ഉണ്ടാക്കണം, ഈ ജോലി കിട്ടണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. ദിസ് ഇസ് യുവർ സക്സസ്. 4 ആൾക്കാർ മുമ്പിൽ വില ഉണ്ടാവുള്ളൂ. 4 ആൾക്കാർ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണം എന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഹാവ് എ ഡിഗ്രി, യു മസ്റ്റ് ഹാവ് PG, യു മസ്റ്റ് ഹാവ് PhD, യു മസ്റ്റ് ഹാവ് ദിസ് amount of bank account balance. Why do I need power? Why do I need money? Why do I need education? The only thing that I have in mind is I get respect. റെസ്പെക്റ്റ് വേണം. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഔദാര്യമാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒന്നുകൂടെ ഞാൻ പറയണേ, റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾ നമുക്ക് തരുന്ന ഔദാര്യം മാത്രമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഐ റെസ്പെക്ട് യു നോട്ട് ബിക്കോസ് യു ഹാവ് ദ ക്വാളിറ്റി ടു ബി റെസ്പെക്റ്റഡ്. നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യപ്പെടാനുള്ള ക്വാളിറ്റി ഉള്ളത് കൊണ്ടല്ല ഞാൻ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നത്. ഐ ഹാവ് എ ക്വാളിറ്റി ടു റെസ്പെക്ട് അതേഴ്സ്. എനിക്ക് മറ്റൊരാളെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി എനിക്കുണ്ട്. സോ ഇഫ് someone else is not respecting you, ഒരാൾ നിങ്ങൾ അവഗണിക്കുന്നുണ്ട്, നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നില്ല എങ്കിൽ അതാണ് അയാളുടെ ക്വാളിറ്റി. Why are you being so sad for that? മറ്റൊരാൾ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ why are you sad? That is his quality. He doesn't know how to respect others. താൻ എന്നെ റെസ്പെക്ട് ചെയ്യില്ലല്ലേ, കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ, ഞാൻ പ്രിൻസിപ്പാളിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, പകരം വീട്ടിൽ പ്രിൻസിപ്പാൾ പുള്ളിക്കുമില്ല സെൽഫ് ലവ്. എൻ്റെ അർത്ഥം എന്താ? എന്നെ റെസ്പെക്ട് ചെയ്താലേ ഞാൻ തിരിച്ച് റെസ്പെക്ട് ചെയ്യുള്ളൂ. ഇത് ആൾക്കാർ വിചാരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇതാണ് സെൽഫ് റെസ്പെക്ട് എന്ന്. അല്ല. ഇഫ് യു ആർ നോട്ട് ഗോയിങ് ടു റെസ്പെക്ട് മീ, ഐ എം നോട്ട് ഗോയിങ് ടു റെസ്പെക്ട് യു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേര് സെൽഫ് റെസ്പെക്ട് അല്ല. ഐ എം ഡിപെൻഡന്റ് ഓൺ യു. നീ എന്നെ വേദനിപ്പിച്ചാൽ ഞാൻ നിന്നെ തിരിച്ചു വേദനിപ്പിക്കും. കാരണം നീ എന്നെ അത്രക്ക് ഹൃദയത്തിൽ കൊണ്ട് വേദനിപ്പിച്ചു എന്ന് പറയും. ഹൗ കൻ യു ഹേർട്ട് മീ? നിങ്ങളുടെ വാക്കുകൾ കൊണ്ട്, നിങ്ങളുടെ ഡിസ്റെസ്പെക്ട് കൊണ്ട് എനിക്ക് എങ്ങനെ വേദന വരാം? ദാറ്റ് ഇസ് മൈ ബിലീഫ്. എൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ. അതാണ് എനിക്ക് എന്നോടുള്ള റിലേഷൻഷിപ്പ്. ഹൗ ആം ഐ ടോക്കിംഗ് ടു മൈ സെൽഫ്? എനിക്ക് അയാളുടെ റെസ്പെക്ട് ഒന്നുമില്ല. സോ ഐ എം ഗോണ ഡു ദ സെയിം ടു ഹിം ആസ് വെൽ. അവരോട് ഞാൻ കാര്യം തന്നെ ചെയ്യാൻ പോവാണ്. എന്ന് എനിക്ക് കിട്ടിയ ഡിസ്റെസ്പെക്ട് വെച്ച് ഞാൻ വീട്ടിൽ പോയിട്ട് ചിന്തിച്ചോണ്ടിരിക്കുക. എന്നാൽ എന്ത് ധൈര്യത്തിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് ഉറക്കം കിട്ടുന്നില്ല. എനിക്ക് പകരം വീട്ടാതെ സമാധാനമില്ല. ഞാൻ തെറ്റിദ്ധരിക്കുക അതെൻ്റെ സെൽഫ് റെസ്പെക്ട് എന്ന്. നാളെ നേരിട്ട് കാണട്ടെ, നല്ല പണി ഞാൻ കൊടുക്കും. ദിസ് ഇസ് ദാറ്റ് തിങ് ദാറ്റ് ഇസ് കമ്മിങ് ഇൻ മൈ ഹെഡ്. പിന്നെ ചിന്തിക്കുക. മൈ ഹോൾ ടൈം ഇസ് ആക്ച്വലി തിങ്കിങ് ഹൗ ക്യാൻ ഐ ആക്ച്വലി ഗോ ആൻഡ് ചലഞ്ച് ഹിം. അയാളെനിക്ക് ഇങ്ങനെ അപമാനിക്കണം. അപ്പോഴാണ് എന്നോട് ഒറ്റ കാര്യം പറയട്ടെ, നാട്ടുകാർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നതാണ് റെസ്പെക്ട് എന്ന് വിചാരിച്ചാൽ അന്ന് ലൈഫ് പോയി. നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ വളരെ കുറച്ച് മാത്രമേ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾ കാണുന്നുള്ളൂ. എത്ര കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. They are going to, give their appreciation for the result. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഞാൻ കോപ്പി അടിച്ചു, എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. കഷ്ടപ്പെട്ട് പഠിച്ചതിന് സെക്കൻഡ് റാങ്ക് കിട്ടി. ആർക്ക് ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുക? എനിക്ക് സ്വാഭാവികമായിട്ട്. കാരണം ഞാനല്ല ഫസ്റ്റ് റാങ്ക്. ബിക്കോസ് പീപ്പിൾ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. അവർ കണ്ടിട്ടില്ല ഞാൻ കോപ്പി അടിച്ചാൽ പാസ് ചെയ്യുന്നു. ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്ക് സെക്കൻഡ് റാങ്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിച്ച ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹി ലോസ്റ്റ് ഹിസ് ലൈഫ്. എനിക്കും ഇല്ല ലൈഫ്. കാരണം എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് എനിക്ക് കിട്ടുന്ന ഈ അപ്രീസിയേഷൻ ഒന്നും ഞാൻ പേർത്തല്ല എന്ന് എനിക്കറിയാം. രണ്ടാമത്തെ കേസിലോ അവനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടേണ്ടത് 1ാം റാങ്കിൽ അപ്രീസിയേഷൻ ആയിരുന്നു. അവനറിയാം അവൻ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന്. പക്ഷെ ലോകത്തിനറിയില്ല ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന്. ഞാൻ അത്രയ്ക്ക് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റേജിൽ കയറിയത്. പക്ഷെ ജഡ്ജസ് അത് കണ്ടിട്ടില്ല. ഐ എം ഫീലിംഗ് ഐ എം ലോസ്റ്റ്. മറ്റൊരാളുടെ തീരുമാനം കൊണ്ട് എൻ്റെ ജീവിതം നശിച്ചു പോയി എന്നൊരു ചിന്ത എനിക്ക് വരുന്നുണ്ടെങ്കിൽ ഐ എം ഹാവിങ് എ ബാഡ് ക്വാളിറ്റി റിലേഷൻഷിപ്പ് വിത്ത് മൈ സെൽഫ്. എനിക്ക് എന്നോട് അത്രക്ക് പുച്ഛമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ്. ആൻഡ് വി ആർ നോട്ട് റെഡി ടു ചേഞ്ച് ഇറ്റ്. സോ ദി ഓൺലി തിങ് ദാറ്റ് ഐ ആം അഡ്രസ്സിംഗ് ഹിയർ ഈസ് ടു ചേഞ്ച് ദ ക്വാളിറ്റി ഓഫ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സെൽഫ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാറ്റുക. ഞാൻ ഏതൊരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ് ആയിക്കോട്ടെ, ഏത് ആൾക്കാരുടെ ട്രെയിനിങ് ആണെങ്കിലും ഞാൻ കൊടുക്കുന്ന ഒരേ ഒരു കാര്യം പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആണ്. ഇഫ് യു ആർ നോട്ട് ഫൈൻഡിങ് ടൈം ടു ഡെവലപ്പ് അവർ സെൽഫ്, 100% ഞാൻ പറയുന്നു, എവിടെ എത്തിയിട്ട് കാര്യമില്ല, എന്തൊക്കെ നേടിയിട്ട് കാര്യമില്ല. ഉറപ്പാണ് ഈ ജീവിതം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എൻജോയ് ചെയ്യുക. ദിസ് ഇസ് മൈ വേർഡ്. ഇതെൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു പാഠമാണ്. ആൻഡ് ദിസ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെസൺ ദാറ്റ് എവ്രി വൺ ക്യാൻ ടേക്ക് ടു ദെയർ ഹാർട്ട്. ദിസ് ഇസ് ദി ഓൺലി തിങ് ദാറ്റ് പ്ലീസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബി good at something that gives the least appreciation.
ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് ഐ ഹാവ് ലേൺഡ് ആൻഡ് ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ ഫാദർ. എൻ്റെ ഉപ്പ എൻ്റെ അടുത്താണ് പഠിച്ചത്. എൻ്റെ ഉപ്പ അവിടെ ഫാറൂഖ് ട്രെയിനിങ് കോളേജിൽ ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പ 2016 ഇപ്പോൾ റിട്ടയർ ചെയ്തതാണ്. ഹീസ് എ സൈക്കോളജിസ്റ്റ് ആൻഡ് സച്ച് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീങ് ദാറ്റ് ഐ ഹാവ് വിറ്റ്നസ്ഡ് ഇൻ മൈ എൻറ്റയർ ലൈഫ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഞാൻ എൻ്റെ ഉപ്പാനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പാക്ക് ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഉപ്പാനെ. ഇപ്പം എല്ലാവരും പറയും ഉപ്പയാണ് എൻ്റെ ലൈഫ് മാറ്റിയത്, ഉപ്പാൻ്റെ അടുത്താണ് പോയിരുന്നത്. ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം അത്രയും ക്വാളിഫൈഡുമാണ്. ഈ ഗോട്ട് ലൈക്ക് 5 PG 2 UG, ഇഷ്ടംപോലെ സർട്ടിഫിക്കേഷൻസ്, PhD. ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാൻ. പുള്ളി കണ്ടാലും പുള്ളിയുടെ സംസാരം കണ്ടാലൊന്നും തോന്നുന്നില്ല പുള്ളി ഈ ഒരു ക്യാരക്ടറാണെന്നുള്ളത്. പൊതുവെ ഇപ്പം എന്നോട് ചോദിച്ചാൽ നിങ്ങളെന്താ പരിപാടി എന്ന് വെച്ചപ്പോൾ ഞാൻ ഒരു മാഷാന്ന് പറയാം. ജസ്റ്റ് ഇപ്പം പോലെ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും. താടി തൊപ്പി നല്ല കെട്ടി ഇങ്ങനെ സൈഡിൽ കൂടെ നടന്നു പോകുന്നൊരു വ്യക്തിയാണ്. ഉപ്പാനെ മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ I was able to learn a lot of lessons from his life, not through his words. He is that person who teaches with his action more than his words. ഇതെങ്ങനെ പറയണം എനിക്കറിയില്ല. കാരണം ഞാൻ ഈ ഒരു പ്രൊഫഷനിൽ വന്ന് നിൽക്കുന്നത് ചുമ്മാ ഒരു സൈക്കോളജിസ്റ്റ് ആവണമെന്ന് വിചാരിച്ച് വന്ന വ്യക്തിയല്ല. ബൈ ഗ്രാജുവേഷൻ ഞാനൊരു എഞ്ചിനീയറാണ്. പോസ്റ്റ് ഗ്രാജുവേഷനാണ് സൈക്കോളജി. ഒരു ബന്ധമില്ല ഞാൻ UG PG തമ്മിൽ. ഫോർ ദ ലാസ്റ്റ് more than 7 years I'm in this actually field. 2023 ഞാൻ സൈക്കോളജിസ്റ്റ് ആവുന്നുള്ളൂ. അതും എൻ്റെ ഉപ്പ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഗെറ്റ് ക്വാളിഫൈഡ്, നൽകി ക്വാളിഫൈഡ് ആവുക. For that reason he actually wanted me to do the PhD as well. So he put me on like നീ പോയി ചെയ്യും. സോ പക്ഷേ ഇപ്പോൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും കൂടെ ഉണ്ടായിട്ടുള്ളൂ. സോ ഞാൻ ഇപ്പോൾ സ്കോളറാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ച ചില പാഠങ്ങളിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയ കാര്യം ഇതാണ്. Be good at something that gives the least appreciation. He didn't actually utter it with his mouth. വായ കൊണ്ട് പറഞ്ഞതല്ല, റീസൺ പറഞ്ഞുതരാം, വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. Why am I able to keep my father on the top? നാല് ചുക. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടിയ വ്യക്തിയാണ് പുള്ളി. പക്ഷേ ആ വ്യക്തി നേടിയ ഏറ്റവും ബെസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹമാണ് റോൾ മോഡൽ എന്ന് പറയുമ്പോൾ. ആലോചിച്ച് that's very important. We are not actually able to think about our family. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലി കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് എന്തുള്ളൂ. ഐ എം നോട്ട് റെഡി ടു സെർവ് ദ വേൾഡ് അൺലെസ് ഐ എം റെഡി ടു സെർവ് മൈ ഫാമിലി. എൻ്റെ കുടുംബത്തെ സെർവ് ചെയ്യാതെ ഞാൻ വേൾഡിൽ സെർവ് ചെയ്യില്ല. ദാറ്റ് ഇസ് നമ്പർ 1. ദാറ്റ് ഇസ് ദി നമ്പർ 1 തിങ്. അതിൻ്റെ അപ്പുറത്തില്ല. നമ്മുടെ ഹോളി ഖുർആനിൽ ഇവരെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിൽ എന്താക്കണം, നല്ല രീതിയിൽ നിൽക്കണം. അങ്ങനെ അതിനുശേഷം പറയുന്ന കുറേ ആൾക്കാരുണ്ട്, ആരോരും ഇല്ലാത്തവർ, ആ രീതിയിലാണ്. കാരണം ബാക്കിയൊക്കെ വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടേണ്ട ഒരു അപ്രീസിയേഷൻ എന്ന് ഫീൽ ആയി ചിന്തിച്ചു പോവാം. ഫസ്റ്റ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് അവർ ഫാമിലി. ഐ എം നോട്ട് ഏബിൾ ടു താങ്ക് ദം, മൈ ഫാദർ, മൈ മദർ, ഒന്നുമില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉപ്പാൻ്റെ കണ്ടൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, ഉപ്പ എൻ്റെ അടുത്ത് ഇത്ര വരെ ആലോചിച്ച് നോക്കണം, ഇത്ര വരെ ദി കൈൻഡ് ഓഫ് ഇഷ്യൂസ് ദാറ്റ് ഹി മൈറ്റ് ബി ഗോയിങ് ത്രൂ ഹിസ് അക്കാഡമിക് ടൈം പറയാറില്ല. ബട്ട് ഹി വാസ് റെഡി ടു ആക്ച്വലി ഹിയർ അസ്. ഞങ്ങളെ കേൾക്കാൻ റെഡിയായിരുന്നു. എന്തും പറയാം എൻ്റെ ഉപ്പാൻ്റെ അടുത്ത്, എന്തും പറയാം. ഞാൻ ഇങ്ങനത്തെ ഒരു ആളിൻ്റെ ലൈഫിൽ ഇല്ല. ലൈക്ക് ഐ കനോട്ട് എന്തും പറയാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയില്ലേ, ഐ ക്യാൻ സേ എനിത്തിങ് ടു ഹിം. എന്ത് പറയും പുള്ളി ശ്രദ്ധയോടെ കേട്ടിരിക്കും, സംസാരിക്കും. ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല, മോനെ ഞാൻ പ്രൊഫസറാണ്, എനിക്ക് എത്ര ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡോക്ടറാണ്, എൻ്റെ ഉമ്മാക്ക് നല്ല ഡിഗ്രി ഒക്കെ ഉള്ളതാണ്, ഹയർ സെക്കൻഡറിയിൽ കിടക്കുന്ന ആളാണ്, നമ്മളെ നാട്ടിക്കരുത്, കുക്കർ എഡ്യൂക്കേറ്റഡ്, ഇതുവരെ എൻ്റെ ഉപ്പനോട് പറഞ്ഞിട്ടില്ല. നെവർ ഇൻ ഹിസ് ലൈഫ്. ഇപ്പം എന്താണോ പറയുന്നത് തന്നെ ഉമ്മയും തേർണോട്ട് ചെയ്താൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞു, മോനെ ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ ഒരു വരുമാനം. That's the only thing that I'm going to tell you. Becoming an engineer, becoming a doctor, becoming this, that's okay if you want. Of course you can try, you may reach, but let me tell you something, this is not your peace. ഫസ്റ്റ് എന്നോട് പറയുക, കാര്യം മോനെ നിസ്കരിക്കാൻ 5 നേരം, പടച്ചോനെ മറക്കല്ലേ, then go. പോയിട്ട് എന്ത് ചെയ്യും? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നീ ജോലി ചെയ്ത് കുടുംബത്തിന് അതിന് ഒരു ചെറിയൊരു പെട്ടിപ്പിടിട്ടാലും കുഴപ്പമില്ലടാ. ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. യു ട്രൈ. ദാറ്റ്സ് ദി ഓൺലി തിങ് ദാറ്റ് ഹി ടോൾഡ് മീ. ഒന്ന് ആലോചിച്ച് നോക്കണേ, എൻ്റെ ഫസ്റ്റ് ഇയർ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഉഴപ്പിയിട്ടാണ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് തുടക്കത്തിൽ. ഫസ്റ്റ് ഇയർ എനിക്ക് സപ്ലി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഉഴപ്പി പഠിച്ചു. പിള്ളേരൊക്കെ റിസൾട്ടൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഉപ്പാനെ വിളിച്ചിട്ട് പറയും, ഉപ്പ നിങ്ങളൊന്നും എനിക്ക് റിസൾട്ട് നോക്കി തരുമെന്ന്. ഐ എം ആക്ച്വലി ടെല്ലിങ് മൈ ഫാദർ. സാധാരണ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് അപ്പാനെ അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് പറയുന്നത് ഭയങ്കര ടെൻഷനായിരിക്കും. ഐ എം ആക്ച്വലി ടെല്ലിങ് മൈ ഫാദർ, അപ്പ കുഡ് യു പ്ലീസ് ചെക്ക് മൈ റിസൾട്ട്. കാരണം എന്തൊക്കെ ആണെങ്കിലും പുള്ളി എനിക്ക് ഏറ്റവും നല്ല സൂത്തിയായിട്ടുള്ള സംസാരിക്കുള്ളൂ. ആൻഡ് യു നോ വാട്ട് ഹി ടോൾഡ് മീ, എടാ മാഷാഅല്ലാഹ് ഡോക്ടർ സപ്ലി ഉണ്ട് നിനക്ക്, നല്ല മാർക്കും കുറവാണ്.
ദിസ് ഇസ് ദാറ്റ് വേർഡ് ഹി ടോൾഡ് മീ. ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഫ്രണ്ട്സ് പറയും, ഇത് എന്ത് വാപ്പയാണ് ഇടാ, ഇതെല്ലാം വീട്ടിൽ പോയി പറഞ്ഞിട്ട് നമ്മളെ കഥ എടുക്കാനുണ്ടല്ലോ, കാരണം ഫീസും കൊടുത്ത് പഠിപ്പിക്കണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് മാർക്കുമില്ല, സപ്ലി അടിച്ച് പോയി കഴിഞ്ഞാൽ സംതിങ് സ്ട്രേഞ്ച് ഹാപ്പൻ വെൻ ഐ റീച്ച് മൈ ഹോം. എൻ്റെ ഉപ്പ, നമ്മൾ 4 പേരാണ്, ഉപ്പ ഉമ്മ പെങ്ങള് ഞാൻ, അവർ 3 പേരും ഡ്രസ്സ് മാറ്റി നിൽക്കുക. ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. 3 പേരും ഡ്രസ്സ് മാറ്റി നിന്നിട്ട് വെൽക്കം ചെയ്യാൻ നിലയ്ക്കനോ, ഞാൻ ഒറ്റ സപ്ലി എനിക്കൊരു മാർക്കൊന്നുമില്ല, പക്ഷേ ഇത്രയും പാസ്സായില്ലേ, വാ പോവാ ട്രീറ്റ്, തൊട്ടടുത്തുള്ള സെൻസോ ഹോട്ടലിൽ പോയിട്ട് എനിക്ക് ട്രീറ്റ് തരാം. യു ട്രൈഡ് യുവർ ലെവൽ ബെസ്റ്റ്. കാരണം അവസാനം എനിക്ക് ബേജാറ് വരുന്നുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഉപ്പാക്ക് നന്നായിട്ട് മനസ്സിലായി. ഞാൻ വാസ് ഏബിൾ ടു സെക്യൂർ. ആ മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റിയില്ലെന്ന് എനിക്ക് തേർഡ് സെമ്മിൽ സപ്ലൈ അടിച്ചു. തേർഡ് സെമ്മിൽ സപ്ലൈ അടിച്ചപ്പോൾ ഒന്നും ഇടിയിട്ടില്ല. ഓക്കെ ഉഷാറാക്കുന്നു. ഞാൻ ലിറ്ററലി ആസ്റ്റ്, ഞാൻ ഉഴപ്പിയിട്ടാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഫോർത്ത് സെമ്മിൽ നന്നായിട്ട് ഉഴപ്പിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഉപ്പാ എനിക്ക് ഞാൻ ഫുൾ പാസ് ആവണമെന്ന് എനിക്കൊരു ഇതിലുണ്ടാവില്ലേ ഉള്ളിനുള്ളിൽ, നീ കാണിച്ചോണ്ടോ, ഇത്രയും പറഞ്ഞിട്ടുള്ളൂ, ഇപ്പോൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഫോർത്ത് സെമ്മിൽ മുതൽ എനിക്ക് ഒരൊറ്റ സപ്ലി ഇല്ല. എനിക്ക് തുടക്കത്തിലുള്ള എല്ലാ സെമ്മിലും എനിക്ക് മാർക്ക് ഭയങ്കര കുറവാണ്. ക്ലാസ് ഏറ്റവും ലാസ്റ്റ് എന്ന പോലെ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ ക്ലാസ് ടെസ്റ്റിന് വരുന്ന സമയത്ത് ടോപ്പിൽ നിൽക്കുക. എൻ്റെ ഫൈനൽ സെമസ്റ്റർ എക്സാമിൻ്റെ മാർക്കുകളാണ് സത്യം പറഞ്ഞാൽ എൻ്റെ എഗ്രിഗേറ്റ് ആയിട്ട് എൻ്റെ പേഴ്സണൽ സഹായിച്ചത്. ദി ഓൺലി തിങ് ദാറ്റ് ഹാഡ് ഇൻ മൈ മൈൻഡ് ഇസ് ലൈക്ക് ഐ ആം നോട്ട് ആക്ച്വലി make him look down. He's not actually expecting anything from me. He's doing his duty. എനിക്ക് ഞാൻ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു, ഒരു കോളേജിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ സീറ്റിലെത്തി, ഇനി അതിനുള്ള ഫീസ് അടയ്ക്കാൻ പറ്റുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഞാൻ പഠിക്കാണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്ത് പറയത്തില്ല. ഉപ്പാക്ക് പറ്റുന്ന രീതിയിൽ ഉപ്പ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബാക്കി മോനാട്ടോ. പിന്നെ ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം ഉപ്പാക്ക് എന്താ പറയുക, ഈ പെൻഷൻ ഉണ്ടാവുന്നവരെ, അതിപ്പോൾ ജീവിച്ചിരിപ്പോഴല്ലേ, അതിപ്പോൾ ഉമ്മാക്ക് പെൻഷൻ ഉണ്ടാവുന്നവരെ മോനക്ക് ഇതൊക്കെ ഉണ്ടാവും. ഉഴപ്പി കളിക്കുന്ന സമയത്ത് ഇതേ ഇപ്പോൾ പറയും, ഒരു ടെൻഷൻ ഉണ്ടാക്കി തരും. ദേ ആർ നോട്ട് ഗോയിങ് ടു ആക്ച്വലി വറി അബൌട്ട് മീ. വാട്ട് ഐ മീൻ ഇസ് ഹി ഈസ് ഇൻ ടു ഡൂയിങ് ഹിസ് ഡ്യൂട്ടി. And first it was into his family. ഉപ്പ റിട്ടയർ ആയി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടൻ തന്നെ he was actually getting calls from different colleges. Sir, could you please come to our college and be our principal? അതുകൊണ്ട് കോളേജും ആൾക്കാർ വീട്ടിൽ വരുന്നതൊക്കെ സംസാരിക്കുന്നുണ്ട്. And he actually asked me, എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോകാൻ പറ്റില്ല, നിങ്ങൾ മതി പണിയെടുത്ത്, we want you. ഞാൻ പണിയെടുക്കുന്ന സമയത്ത് പാവം മനുഷ്യൻ നമ്മളെ കൂടുതലുണ്ട് കേട്ടോ, ആ രസം. ബട്ട് വി ലവ്ഡ് ഹിം, വി വാണ്ട് ഹിം. പറ്റില്ല, അപ്പം അതിൻ്റെ ശേഷം ജോലിക്ക് പോയിട്ടില്ല. അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഭയങ്കര ചടപ്പായിട്ടിരിക്കുക എന്നുള്ളത് ഒരു കുഴപ്പമില്ല. റിട്ടയർ കഴിഞ്ഞ് ലൈഫ് അത്രയും ചെയ്തിട്ട് പുള്ളി ജീവിക്കുന്നത് എങ്ങനെ ഹി വാസ് ഏബിൾ ടു ബി റെസ്പോൺസിബിൾ ടു ഹിസ് പാരൻസ്. നല്ല രസമാണ്. ഇപ്പം അങ്ങനെ ഉമ്മാവനൊക്കെ ഇപ്പം വയ്യ വിട്ടിട്ട് നല്ല വന്നു കഴിഞ്ഞ് തലയൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കാനാണ് നല്ല രസമാണ്, ഭയങ്കര സന്തോഷമാണ്. ഉമ്മാവ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ, ഉമ്മ അതൊക്കെ അല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. ഐ വാസ് ലൈക്ക് വാട്ട് ആക്ച്വലി ഈസ് ഗെറ്റിംഗ് ഫ്രം ദിസ്. ഉമ്മാകളുടെ ഫുഡ് എടുക്കുക, ഉമ്മ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഭയങ്കര ഒരു ലെവലിലാണ്. ഉപ്പാടെ ഒപ്പം മരിക്കുന്ന സമയം വരെ എനിക്ക് ഇപ്പോഴും സീൻ ഓർമ്മയുണ്ട്. ഇപ്പം അന്ന് ഇവിടെ ഫറൂഖിലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അവിടെ അമ്മായിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ അമ്മായി ഈ കോളേജിൽ HOD ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഡോക്ടർ സുഹറ. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ വീട്ടിലായിരുന്നു ആ സമയത്തുണ്ട്, കാരണം എല്ലാവർക്കും നോക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട്. വേറൊരു അമ്മായി ഇവിടെ ഹയർ സെക്കൻഡറി ടീച്ചറാണ്. അപ്പോൾ ആ സമയത്ത് ഉപ്പ പറയുന്നൊരു സൗണ്ട്, അമിതേ മോനെ നീ വരുമല്ലടാ. ഒരു ഉപ്പ മകനോട് പറയാ, എടാ മോനെ നീ വരുമല്ലേ, ഉപ്പാനെ കാണണം, ഉപ്പാനെ അടുത്ത് ഇരിക്കണം, ഉപ്പാനെ അടുത്ത് സംസാരിക്കണം, മകനോട് പറയുന്നൊരു സീന്. I was actually able to have this kind of a feeling like he's much into his family more than anything else. So why are you here? I'm here for my family. ഞാൻ അതിനെ കോളേജിലേക്ക് വന്നേ, first it is for my family. Why am I getting educated? ഇപ്പം അങ്ങനെ പിന്നെ പഠിച്ചതിന് മുകളിൽ 3 PG കുറേ പഠിക്കുന്നത് for my family. First they are going to get the benefit. കാരണം ഞാൻ 3 PG കാര്യങ്ങൾ വരുന്നത് ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഓഫ് കോഴ്സ് I'm going to get salary. എനിക്ക് എൻ്റെ കുടുംബത്തോട് ഫസ്റ്റ് ഉത്തരവാദിത്തമുണ്ട്, അവരെ എനിക്ക് പോറ്റണം. അതാ പഠിച്ച ആദ്യം കുറേ പറഞ്ഞു, നിൻ്റെ കുടുംബത്തെ പോറ്റണം. ആണിനോട് പറഞ്ഞു, ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ആൻഡ് ഐ ഹാവ് ടു ഡു ഇറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് എൻ്റെ സ്റ്റുഡൻസുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു ബന്ധം നിലനിൽക്കുക, അവർക്ക് പഠിപ്പിക്കാൻ കഴിയും. ദിസ് ഇസ് ദാറ്റ് തിങ് ദാറ്റ് ഗിവ് മീ എക്സൈറ്റ്മെന്റ്. ഖലാസ്. So I was like, why he is not into those kind of things where he can get a lot of appreciation. ഇത്രയും ഡിഗ്രി ഉണ്ട്, ഇത്രയും സംഭവമുണ്ട്, ഇത്രയും ആൾക്കാർ റിനൗൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. Why he is not going to take a lot of sessions, ഒരുപാട് ക്ലാസ് എടുക്കാനും അവിടെ ഇവിടെയൊക്കെ പോയി പേര് കൊയ്യാൻ പുള്ളി ആ സമയത്ത് സാർ ഒന്ന് ക്ലിനിക്കിൽ വന്നിരിക്കുക വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അത്രയും പണം അളിയും പറഞ്ഞുകൊണ്ട് ഡോക്ടറാണ്. ആ ഹോസ്പിറ്റലിൽ പോയി ഹി വാസ് ആക്ച്വലി ഗോയിങ് ഫോർ സം വീക്സ്. കാരണം എന്താ, ഒരു ശനിയാഴ്ച പോകാന്നുള്ളതാണ്. ആ സമയം പോലും നമുക്ക് തരാൻ വേണ്ടി ഹി ആക്ച്വലി ക്വിറ്റ് ദാറ്റ്. ഹി വാണ്ടഡ് ടു ഗിവ് us ടൈം. ഇപ്പോഴും ആ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഉപ്പാനത് ഫീൽ ചെയ്യും. നോട്ട് ബിക്കോസ് ഹീ ഇസ് എ റിനോൺ പേഴ്സൺ. ആൾക്കാർ പോകുന്ന സമയത്ത് ഉപ്പാനെ കണ്ടു കഴിഞ്ഞാൽ അവരോട് പറയുന്നത്, ആ സാറിന് മോനാണോ, എനിക്ക് കിട്ടുന്ന റെസ്പെക്ട് ഇസ് മാസീവ് ജസ്റ്റ് ബിക്കോസ് ഐ ആം ഹിസ് സൺ. ബട്ട് മോർ ദാൻ ദാറ്റ് ഐ വാസ് ഏബിൾ ടു ഫീൽ ഹിം.
അപ്പോൾ ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടുന്ന അപ്രീസിയേഷൻ കിട്ടുന്ന വളരെ കുറച്ച് കിട്ടുന്ന സ്ഥലത്താണ് ഉപ്പ എന്താക്കാൻ നോക്കിയേ, പണി ഏറ്റവും കൂടുതൽ എടുക്കാൻ നോക്കിയേ. എൻ്റെ ഉപ്പാക്ക് എന്ത് കിട്ടിയിട്ടില്ല? അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടോ? നല്ലൊരു ഭർത്താവായി നിൽക്കുന്നതിന്, നല്ലൊരു മകനായി നിൽക്കുന്നതിന്, നല്ലൊരു വാപ്പായി നിൽക്കുന്നതിന്. പത്മഭൂഷണം പത്മവിഭൂഷണം ഇങ്ങനത്തെ ഒരു സാധനം ഈ കാര്യത്തിന് കിട്ടാൻ പോകുന്നില്ല. ഞാൻ ഏറ്റവും അടിപൊളി ഒരു ഭർത്താവായതിൻ്റെ പേരിൽ എന്നെ ഇങ്ങനെ വലിക്കി നിർത്തിയിട്ട് ദ ബെസ്റ്റ് ഹസ്ബൻഡ് ഓഫ് ദി ഇയർ, ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദാറ്റ്. ഇതൊന്നും കിട്ടൂല. അതിന്റെ അർത്ഥം എന്താണെന്ന് പറയാം, ഐ ലവ് മൈ സെൽഫ്, ഐ എം ഗോയിങ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി നോട്ട് ഫോർ അപ്രീസിയേഷൻ ബട്ട് ബിക്കോസ് ഐ ടുക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. ഞാൻ എടുത്ത റെസ്പോൺസിബിലിറ്റിയാ. എനിക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. ഞാൻ ജനിച്ചു പോയോ? ജനിച്ചു. എനിക്ക് അച്ഛനമ്മയുണ്ടോ? റെസ്പോൺസിബിലിറ്റി ഓൾറെഡി തുടങ്ങി. ഐ ഹാവ് ദോസ് റെസ്പോൺസിബിലിറ്റീസ്. എനിക്ക് എൻ്റെ ഭാര്യയെ നല്ല രീതിയിൽ നോക്കാൻ പറ്റില്ല, കല്യാണം കഴിക്കാൻ പറ്റില്ല. ഹാസ് കല്യാണം കഴിക്കണ്ട. ഒരു പങ്കാളി വേണമെന്നൊരു ഒറ്റ ചിന്തയോടെ മാത്രമാണ് കല്യാണം കഴിക്കൽ. പ്ലീസ് ഡോണ്ട് ഗെറ്റ് മാരീഡ്. യു ആർ ആക്ച്വലി റൂയിനിങ് യുവർ സെൽഫ്. എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി നിർത്താൻ പറ്റില്ല. കാരണം എൻ്റെ ഭാര്യ ഇല്ലല്ലോ എനിക്ക് ആ ഒരു ലെവലിൽ തരുന്നത്, എൻ്റെ ഭർത്താവിലല്ലോ എനിക്ക് ആ പൊസിഷൻ തരുന്നത്. സി, ഞാനിവിടെ ഒന്ന് ക്ലാസ് എടുക്കുന്നതിൻ്റെ തന്നെ മെയിൻ റീസൺ ഇറ്റ് ഇസ് മൈ വൈഫ്. ഐ വുഡ് സേ, തമാശല്ല, വെരി സീരിയസ്. ഞാൻ ഇതിൻ്റെ മുമ്പ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നു കല്യാണത്തിന് മുമ്പ്. ഐ റിയലി വാണ്ടഡ് ടു ബി ആക്ച്വലി inside my home. I'm actually doing a lot of counseling sessions. At the same time, I'm actually able to do a lot of counseling sessions via internet. അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. So I was at my comfort. So she actually wanted me to go out and achieve. പക്ഷെ അത് ഒറ്റയടിക്ക് നടന്ന കാര്യമില്ല. ആദ്യം എനിക്ക് കൗൺസിലിംഗ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എത്ര നേരം വേണമെങ്കിലും ഞാൻ സെഷൻസ് ചെയ്യും, ഒരുപാട് നേരം ചെയ്യും. ചില രാത്രി 12 ടൈംസ്. ലൈക്ക് എപ്പോഴും പറയുമ്പോൾ ഇങ്ങനെ നീ എക്സോസ്റ്റഡ് ആവല്ലേ. ഐ ലവ് ടു ഡു വാട്ട് ഐ വാസ് ഡൂയിങ്. അപ്പോൾ ചില സമയത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചുകൊണ്ട് വൈകി പോകും. അപ്പോൾ ഈ കാര്യം പഠിച്ചോന്ന് ശേഷം വൈകി സെഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വാതിലിൻ്റെ അവിടെ അങ്ങനെ എത്തും. അല്ലാ, ഉള്ളിൽ വൈഫും ഒരു എനർജി ഉണ്ടാവില്ല കേട്ടോ. വാതിൽ അസ്സലാമു അലൈക്കും, എന്താണിത്, സമയമില്ല, നോക്ക് പെട്ടെന്ന് പുറത്ത് പോവാ, സമയം വേറെ മറ്റാളവിടെ നിൽക്കട്ടെ, എത്രയും നേരം എവിടെ ഇനി എന്നൊരു ചിന്ത എന്നോട് ചോദിക്കാൻ നിൽക്കുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് കമോൺ പെട്ടെന്ന് നിൽക്കുന്ന സമയം ഉമ്മനോട് വേഗം പറഞ്ഞിട്ടുവിടാൻ പറയും. ഞാൻ വേഗം എനർജി ഉണ്ടായിട്ട് പറയുന്നതല്ല, ഉള്ളിൽ നിന്നും ഒരു എനർജി ഇല്ലാഞ്ഞിട്ട് പോലും, തീരെ വയ്യാഞ്ഞിട്ട് പോലും ഞാൻ പറയുന്നൊരു കാര്യം, പോണ്ടേന്ന് നിങ്ങൾ വേഗമാറ്റം തറ. ഇനി സംസാരിക്കുന്ന സമയത്ത് ബീച്ചിൽ പോയി കറങ്ങി ഫുഡ് കഴിച്ച് വന്നാലും സെറ്റല്ലേ. അത് ഞാൻ സത്യം പറഞ്ഞ ആക്ടിങ് മാത്രം, എനിക്ക് എനർജി ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞാൽ വാഷ്റൂമിൽ പോയി ഞാൻ അങ്ങനെ ഇരിക്കും കഴിഞ്ഞിട്ട്. അപ്പോൾ അപ്പുറം ശരിക്കും ഉമ്മനോട് പറയും മോളെ, എന്നിട്ട് മോളോട് പറയും. ഡ്രസ്സ് മാറ്റി പോകും. മോളെ ഇരുത്തി പറയാം കേട്ടോ. 10-45 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് ഓടാനുള്ള പെട്രോൾ ആയത്. ലോങ് സ്റ്റോറി ഷോർട്ട്, ഇപ്പം എൻ്റെ സെഷനും എൻ്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ആരെന്ന് പറയുമോ? പുള്ളിക്കാരത്തിയാണ്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ എന്നോട് ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഗോൾ ഉണ്ടായിരുന്നു. എൻ്റെ ഒപ്പം ചെയ്തൊരു ഗോളാണ്. ഐ വാസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ഹിസ് ലൈഫ്. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്കൊരൊറ്റ ഗോളേ ഉള്ളൂ, ദി നമ്പർ 1 ഗോൾ. ഇപ്പം ഞാൻ പലപ്പോഴും അവൾക്ക് ഒരു ക്ഷീണോ കാര്യങ്ങളോ തോന്നിക്കഴിഞ്ഞാൽ പലപ്പോഴും പറയും ഒരു കാര്യം, ഞാൻ സെഷൻ ഒന്നും എടുക്കുന്നില്ല. അല്ല, അലിക്കങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തില്ല, അത് കുഴപ്പമില്ല, അലിക്കങ്ങൾ എടുക്കണ്ട. ഞാൻ ഒട്ടനെ അവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഞാൻ സെഷൻ എടുക്കുന്നില്ല കേട്ടോ, ഐ എം വെരി സോറി, അർജൻറ്റായിട്ടാണ്. ഇവൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, എന്തോ ഒരു മൂഡ് ഓഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഐ എം നോട്ട് റെഡി, എടുക്കുന്നില്ല. ഞാൻ അവരോട് പിന്നെ പറയും ഞാൻ പെട്ടെന്ന് തരുള്ളൂ, ചിലപ്പോൾ രാത്രി 11 മണി ഞാൻ എടുക്കാൻ റെഡി ആയിരിക്കും. എങ്ങനെയെങ്കിലും അയാൾക്ക് കൊടുക്കും, പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി. സോ ഷീ വാസ് ആക്ച്വലി ഗെറ്റിംഗ് ദാറ്റ് ഫീലിംഗ് ഫ്രം മീ. ഷീ ഈസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. പുള്ളിക്കാരത്തി കൊടുക്കുന്ന ഫീൽ എന്താ? ഫസ്റ്റ് പ്രയോറിറ്റി അവളാണ്. ആൻഡ് ദിസ് ഇസ് ദാറ്റ് തിങ് ദാറ്റ് ഐ ആക്ച്വലി വാണ്ടഡ് ടു കൾട്ടിവേറ്റ് ഇൻ മൈ ലൈഫ്. കല്യാണം കഴിച്ചിട്ടുണ്ടോ, എൻ്റെ ലൈഫ് പാർട്ട്ണർ ആണോ, ഷീ ഈസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി അബവ് എവറി സിംഗിൾ തിങ്. അത് എന്ത് വന്നാലും ഞാൻ ഇനി അത് മാറ്റില്ല. എൻ്റെ റൂളിങ്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഇറ്റ് വാസ് മൈ തിങ്. ലൈക്ക് നീ ഇല്ലാണ്ട് പോകില്ല, നീ വരണം, നീ ചെയ്യണം. കാരണം ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി. ഇറ്റ്സ് നോട്ട് ഫോർ മൈ ഫാമിലി. മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ, ഇറ്റ് ഇസ് ഫസ്റ്റ് ഫോർ മൈ ഫാമിലി. Why am I getting educated? For my family. ഞാൻ PG ചെയ്തത് പോലും ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. He was actually able to ഒരു ഇൻസൈറ്റിൻ്റെ തലയിൽ കൊണ്ടുവന്നിട്ട് for my family I actually have to do it. That's the reason why I took my PG. For my family I have to do that. That is what I'm doing for my family. ഞാൻ എൻ്റെ നേട്ടത്തിന് വേണ്ടി, എനിക്ക് പേജ് ഉണ്ടാകാൻ വേണ്ടി, എനിക്ക് എൻ്റെ പേരിന് വേണ്ടി. കാരണം റിലേഷൻഷിപ്പിൽ നിന്ന് റെസ്പെക്റ്റോ കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ ഐ നീഡ് മൈ ഓൺ തിങ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ലെറ്റ് മീ ടെൽ യു സംതിങ്. ഉറപ്പാണ് മനുഷ്യൻ്റെ നോർമലായിട്ടുള്ള പാറ്റേണിനെ നമ്മൾ വേറെ ചിന്തകളെ കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുകയാണ്. ഉറപ്പാണ് സമാധാനം ഉണ്ടാവുന്നത്. ദിസ് ഇസ് മൈ വേർഡ്.
നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ വന്നൊരു പ്രിൻസിപ്പളായിട്ട് ഇരിക്കുമ്പോൾ മാത്രം കിട്ടുന്നൊരു ഫീൽ ആയിരിക്കും യു ആർ നോട്ട് റെഡി ടു ഗോ ബാക്ക് ടു യുവർ ഹോം ബിക്കോസ് ഇറ്റ് ഇസ് ഹെൽ, ബിക്കോസ് ഐ എം നോട്ട് റെഡി ടു ഫോക്കസ് അറ്റ് ഹോം. വീട്ടിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. Today I'm here and taking session because my wife wanted me to take that session. ഇന്നലെ ഒരു ക്ലാസ് ഉണ്ട്, ഇന്ന് ക്ലാസ് ഉണ്ട്, ശനിയാഴ്ച വേറെ ക്ലാസ് ഉണ്ട്, ചിലപ്പോൾ വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവും. ആൻഡ് ഓൾ ദീസ് കൈൻഡ് ഓഫ് സെഷൻ ഞാൻ ഇങ്ങനെ റെഗുലർ സെഷൻ എടുക്കുന്ന ആളല്ല. ഞാൻ പലപ്പോഴും പറയും ഞാനൊരു സെഷൻ മാക്സിമം പോയി കഴിഞ്ഞാൽ 1 to 2 ആഴ്ച, അതിൻ്റെ അപ്പുറത്ത് ക്യാപ്പിടാണ് ഈ സെഷൻ എടുക്കില്ല. എനിക്ക് പൊതുവെ ഈ സൗണ്ടുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. ബട്ട് നൗ ഐ എം ടേക്കിംഗ് എ ലോട്ട് ഓഫ് സെഷൻ. വൈ? എനിക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുന്ന സമയത്ത്, എനിക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ കിട്ടുന്ന സമയത്ത് ഒരിക്കലും എൻ്റെ ഫാമിലിക്ക് ഒരു ഫീൽ ഉണ്ടാവാൻ പാടില്ല that I'm getting away from him or getting away from her. If that is happening, let me tell you something. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, we are not winning, we are losing. We are losing the thing that we already have. First, we have to cultivate from our family. If you are not ready to serve our family first, this is my word, keep it with you. You will never ever be able to find peace because you are not going to receive any kind of appreciation from these people. Kittula. And appreciation എവിടെയല്ല വർക്ക് ചെയ്യുന്നത്. I do my responsibilities because I have that quality to do those responsibilities. That is the only thing that we must have in our mind. That is called peace. I'm here for a reason. I took this responsibility as a principal and it is my duty to fulfill it. Before that, of course, I have a lot of other responsibilities. എനിക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നത് മുതൽ ഉറപ്പാണ് എനിക്ക് എന്താ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എൻ്റെ മാതാപിതാക്കളോട്, അതിനുശേഷം എൻ്റെ കൂടപ്പിറപ്പുകളോട്, അതിനുശേഷം എൻ്റെ ലൈഫ് പാർട്ട്ണറോട്, എൻ്റെ മക്കളോട്. അതുകൊണ്ട് എനിക്ക് 7 സെറ്റ് ഓഫ് ഗോൾസ് ഉണ്ട്. ദിസ് ഇസ് ഗോയിങ് ടു ബി മൈ ഫൈനൽ വേർഡ്സ് ബിഫോർ ദ സെഷൻ. 7 റെസ്പോൺസിബിലിറ്റീസ്. എൻ്റെ 7 ഗോളുകൾ ഞാൻ വേറൊരു കാര്യം ഗോളാക്കി വെച്ചിട്ടില്ല, അങ്ങ് ചെയ്തു പോലാണ്. ഇതൊന്നും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ക്ലാസ് എടുക്കുക, എവിടെയൊക്കെ പോവുക, അതാക്കുക, ഞാൻ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ആളെയല്ല. പക്ഷേ 7 കാര്യങ്ങൾ അത് ഞാൻ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്, എഴുതി വെക്കുന്നതാണ്. നമ്പർ 1, to be a better husband. നമ്പർ 1 ഗോളാണ്. നമ്പർ 2, to be a better father. എനിക്ക് 2 മക്കൾ, 2 മക്കൾ ഏറ്റവും വലിയ നല്ല ബാപ്പായിട്ട് മാറണം. നമ്പർ 3, to be a better son. നല്ലൊരു മകനാകണം. നമ്പർ 4, to be a better brother. എൻ്റെ പെങ്ങൾക്ക് ബ്രദർ ആകണം. To be a better brother-in-law, അളിയനാകണം. To be a better uncle. എൻ്റെ പെങ്ങളുടെ മക്കളുടെ അങ്കിൾ ആവണം. To be a better son-in-law. ഏറ്റവും നല്ല മരുമകനാകണം. അതേപോലെ തന്നെ 8, to be a better grandson. ഇത് കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് വേറെ ഇത് ഉള്ളൂ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. For all these kind of responsibilities, I'm not going to get any kind of appreciation from these people. എന്തുകൊണ്ടാണെന്ന് വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു അറിയുന്ന സ്റ്റോറിയാണ്, പേര് പറയുന്നില്ല. Such a wonderful, noble doctor, രക്ഷയില്ലാത്ത ഡോക്ടർ, ഒരു രക്ഷയില്ലാത്ത ഡോക്ടർ. ആ ഡോക്ടർ പ്രൊഫസറും കൂടിയാണ്. സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഫേവറേറ്റ് ആണ്. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ സച്ച് എ ഡൗൺ ടു എർത്ത് ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരുപാട് നോളജ് ഉള്ള ഒരു വ്യക്തിത്വം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആ കോളേജിൽ സാറെ മകള് അഡ്മിഷൻ കിട്ടി പഠിക്കാൻ വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ മകളോട് ഭയങ്കര റെസ്പെക്റ്റാണ്. സാറ് പോകണം, ഓ നിങ്ങൾക്കൊക്കെ വല്ല സുഖമല്ലേ, സാറ് വീട്ടിൽ തന്നെ അല്ലേ. ഒറ്റ ഡയലോഗ് ആ മകൾ പറഞ്ഞിട്ടുള്ളൂ. എന്താ പറഞ്ഞതെന്ന് അറിയാം? അതിനച്ഛൻ ഞങ്ങൾ നോക്കാറൊന്നുമില്ല, പുള്ളി ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. He was too busy with his work. She was inspired by her father that she wanted to become a doctor. Only then you will be respected, of course. But she was not able to get that emotional security from his parents. And അച്ഛൻ ഞങ്ങൾ നോക്കാറില്ല എന്നൊരൊറ്റ അടിക്ക് ആ ഒരു മകള് നാലോചിക്ക് അത്രയും റെപ്യൂട്ടഡ് ആയിട്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. സച്ച് എ വണ്ടർഫുൾ ഡോക്ടർ. പേഷ്യൻസിനും അതേപോലെ കൊളീഗ്സിനും അതേപോലെ കൂടെ എല്ലാവർക്കും നാലോചിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സെൽഫ് ലവിൻ്റെ പാറ്റേണിൽ പോയിട്ട് ഓഫ് കോഴ്സ് ഐ എം ഗോയിങ് ടു ബി ദാറ്റ് വണ്ടർഫുൾ പ്രിൻസിപ്പൽ. ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല, കറക്റ്റാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഐ എം ഗോയിങ് ടു ബി എംപത്തറ്റിക് ടു മൈ കൊളീഗ്സ്, മൈ സബോർഡിനേറ്റ്സ്. ഇതെല്ലാം ആയിരിക്കും, പക്ഷേ വി ആർ നോട്ട് ഏബിൾ ടു ആക്ച്വലി take up the responsibility at my home, my loved ones. Let me tell you people, please understand this. All these people around the world, when they're chasing their dreams to have money, to have fame, to have everything they want, they're actually forgetting their roots. Roots മാർക്കാണ്. റൂട്ട്സ് മാറുന്ന ഉറപ്പ് ഞാൻ പറയുന്നത് ഇതിൻ്റെ വാക്കാണ്. എഴുതി വെച്ചോ, ഇതിൻ്റെ വാക്കാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. റൂട്ട് മറന്നോ? എവിടെയാണോ ഞാൻ റെസ്പോൺസിബിലിറ്റീസ് എടുക്കണം, ആ രീതിയിൽ എനിക്ക് റെസ്പോൺസിബിൾ ആകാൻ പറ്റുന്നില്ലേ? ദിസ് ഇസ് മൈ വേർഡ്. നോ മാറ്റർ വാട്ട് യു അച്ചീവ്, നോ മാറ്റർ വേർ യു ഗോ,
no matter what you get, you're not going to have peace in your life. This is my word, I swear. ഉറപ്പ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ anything that you are going to confront with me, this is my word, nothing is going to give you peace but pleasure. Peace will only be served if you are ready to take up the responsibilities which you have taken already. So കുഴപ്പമില്ല, ഓൾമോസ്റ്റ് കഴിയാൻ ആ കറക്റ്റ് എൻ്റെ മനസ്സ് ഇവരായിട്ടൊക്കെ കറക്റ്റായിട്ട് അറിയുന്നുള്ളതായിരിക്കും തോന്നുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു പഞ്ചിങ് ലൈന് വെച്ചിട്ട് നിർത്താമെന്നുള്ളൊരു പരിപാടിയില്ലേന്. കുഴപ്പമില്ല. So this is the most important thing that I actually wanted to share with you. Of course, I've taken a lot of time. Of course, but at the same time, I actually wanted to touch your heart. എൻ്റെ ഹൃദയത്തിൽ തട്ടിയ കാര്യം പറയുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടം. പഠിച്ചത് പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഡിക്ഷണറിയിലുള്ള കാര്യമല്ല. I don't like to teach people what I learned. I like to teach people what I do because it has the essence of heart. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി മറ്റൊരാളൊരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ, ഫീൽ ചെയ്ത് പഠിപ്പിക്കണമെങ്കിൽ, to reach their heart, we have to take actions. It is a must. So the things that you heard from this session, I want you to go through it. Self-introspect. എവിടെയെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറിയാതെ അപ്രീസിയേഷൻ്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ, ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ഗിവ് യു എനിത്തിങ്. മനുഷ്യൻ്റെ രീതിയാണ് പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. ആരൊക്കെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാൻ. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡ്രഗാണ്. പക്ഷെ ആ ഒരു പ്രോബ്ലം ഒരിക്കലും മനുഷ്യനുമായിട്ട് വരുന്ന ബന്ധത്തിൽ വെള്ളരി വരാൻ പാടില്ല. അവിടെ വരുന്നുണ്ടെങ്കിൽ, ഇഫ് ഐ എം ഹാവിങ് എ പ്രോബ്ലം വിത്ത് യു, ഓഫ് കോഴ്സ് ഐ എം ഹാവിങ് എ പ്രോബ്ലം വിത്ത് മൈ സെൽഫ്. നിങ്ങളുമായിട്ട് തല്ലുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് വന്ന് വേണമെങ്കിൽ മുമ്പിൽ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം, പ്ലീസ് ഡോണ്ട് ഫൈറ്റ്. ബട്ട് വെൻ ഐ എം ഫൈറ്റിംഗ് വിത്ത് മൈ സെൽഫ്, നോ വൺ ഈസ് സീയിങ് ദാറ്റ്, നോ വൺ ഈസ് വിറ്റ്നസിങ്. They cannot come and talk to me. Why are you thinking nonsense? If you think like this, of course you will feel like this world is hell. Then you will die. Don't do that. So this is very important, self-love. So if you can love yourself, of course you can love others unconditionally. Only then you can love others unconditionally. So it is very important to love yourself, steer yourself in the right direction. ഉറപ്പ് ഞാൻ പറയുന്നതിൻ്റെ വാക്കാണ്, no matter what responsibilities are you going to take, it will be very easy for you to do that. തമാശയുള്ള അങ്ങനെയുള്ള ആളുകളെയും കണ്ടുപരിചയമുള്ളതുകൊണ്ടാണ് പറയുന്നത്. എന്ത് റെസ്പോൺസിബിലിറ്റി എടുത്താലും സ്വന്തത്തോട് സ്നേഹമുള്ളൊരു വ്യക്തിക്ക്, ഞാനെടുത്ത റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഏറ്റവും മനോഹരമായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഫ്രം ദ റൂട്ട്സ്, ആ വ്യക്തിക്ക് സമാധാനം എന്നും ഉണ്ടായിരിക്കും. This is my word. I don't mean like you don't need to sit here. Of course you have to sit here, you have to guide people, but you can only guide them with their heart if your heart is at peace. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ സമാധാനത്തിലേക്ക് എത്തിക്കാൻ, നമ്മളുമായിട്ടുള്ള ബന്ധം ഏറ്റവും ദൃഢമാക്കുന്നതിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി സ്റ്റിയറിംഗ് ദ സെൽഫ് എന്ന ഈ ഒരു സെമിനാർ കൊണ്ട്, സെഷനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻസ്. ഓഫ് കോഴ്സ് ഐ നോ കുറച്ച് നേരം ഞാൻ മറക്കാൻ നോക്കി നിങ്ങൾക്ക് പ്രിൻസിപ്പളാണെന്നുള്ളത്, അല്ലെങ്കിലും സംഭവം പുറത്ത് വരട്ടെ. കാരണം ഇത്രയും കാലത്ത് എൻ്റെ ഒരു പേടി വെച്ചിട്ടെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എന്നുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ I was actually able to witness that patience from all of you. And thank you so much for your cooperation. Thank you so much for letting me have this wonderful stage to speak a few words about what I've learned from my life. And thank you so much. Thank you.